എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഒരു ഹെവി ഡ്യൂട്ടി പ്രോജക്റ്റ് പ്രെയറാണ്. ആവശ്യമില്ലാതെ നമ്മൾ ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. കാര്യം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റെല്ലാ ദൈവ മനുഷ്യ ഇടപാടുകളുമൊക്കെ ഒരു മങ്ങുന്ന സമയത്ത് ആണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരുന്നത്. അത് ഓൾറെഡി സഡൻ ആരും ഉടമ്പടിയിലേക്ക് വരേണ്ട കാര്യമില്ല. കാര്യം ഇത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രെയറാണ്. വെറും പ്രെയറല്ല, പദ്ധതി പ്രാർത്ഥന എന്ന് പറയും. ഒരു പ്രത്യേക സുവിശേഷ വിഹിതമായ പദ്ധതി പ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ രൂപമാണ്. അത് ഉദ്ദേശിക്കുന്നത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് വൈസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ബൈ മെറിറ്റിൽ നടക്കാത്ത, അതായത് മെറിറ്റിൽ നടക്കാത്ത കാര്യങ്ങൾ, ബൈബിൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെർമിനോളജി ഫോർമുലയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതായത് നമ്മളുടെ ബുദ്ധി, ശക്തി, അനുഭവ പാരമ്പര്യം, നമ്മുടെ യുക്തി, നമ്മുടെ സ്വാധീനം, നമ്മുടെ കപ്പാസിറ്റി. അപ്പോൾ നമ്മളെല്ലാ മനുഷ്യരും എന്താണ് ചെയ്യണത്? എല്ലാവരുടെയും അധ്വാനത്തിൻ്റെ പരിശ്രമങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പരിശ്രമങ്ങളുടെയും പിന്നിലുള്ള എന്താണ്? മെറിറ്റുകൾ വർദ്ധിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മളെന്തിനാണ് പഠിക്കണത്? നമ്മുടെ മെറിറ്റ്, നമ്മുടെ യോഗ്യത കൂട്ടാനാണ്. ഇപ്പോൾ ഒരു എൻജിനീയറിങ് കഴിഞ്ഞിട്ട് പിന്നീട് ചില ആൾക്കാർ ചില സബ്ജക്റ്റ് വൈസ് ഒരു ക്രാഷ് കോഴ്സിന് പോകും. എന്താ കാര്യം? അവരുടെ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ്, അപ്ഡേഷൻസ്. ഇപ്പോൾ പുതിയ പുതിയ കോഴ്സ് പഠിച്ച് പുതിയ അപ്ഡേഷനിലേക്ക് പോകുന്നവരും ബേസിക്കായിട്ട് ചെയ്യണത് എന്താണ്? അവരുടെ മെറിറ്റ് വർദ്ധിപ്പിക്കുക, കപ്പാസിറ്റി കൂട്ടുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് മാത്രം മതി. ചിലർ ബ്ലെസ്സിങ്സിൽ ആശ്രയിക്കും, ചിലർ അവരുടെ കഴിവിൽ തന്നെ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് അവരുടെ കഴിവിൽ തന്നെ ആശ്രയിക്കും. അതിന് തെറ്റൊന്നുമില്ല, അവരുടെ കഴിവിൽ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട്. നിരീശ്വരരായിട്ട് ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാരില്ലേ? അപ്പോൾ അവരുടെ കഴിവിലാണ് ആശ്രയിക്കുന്നത്. പക്ഷെ അവർക്ക് അറിയത്തില്ല ഈ കഴിവ് ആദ്യമേ നമുക്ക് നമ്മളുടെ മെറിറ്റെന്ന് പറയണതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത് ദൈവം അത് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും. അതാണ് നമ്മുടെ മെറിറ്റ് എന്ന് പറയണത്. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജനിതകമായി ഉള്ള നമ്മുടെ യോഗ്യതകൾ. ചില ആൾക്കാർക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, അല്ലേ? നല്ല ബുദ്ധി ഉണ്ടാവും. ചിലരുടെ മാതാപിതാക്കന്മാർ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയത് കാരണം അവർ കുഞ്ഞുങ്ങളെയും അതേ രീതിയിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാരണം അവർക്കൊരു ബേസിക് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ലോകത്തിലെ ആൾക്കാർ ബേസിക് മെറിറ്റുകൾ ഉണ്ടാകുന്നത് മുഴുവനും ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിൻ്റെ ഭാഗമാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിയുള്ളവരത് മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞത്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞിട്ടാണ് ബ്ലെസ്സിങ് ചെയ്യണത്. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മുമ്പിലുള്ള സൃഷ്ടപ്രപഞ്ചത്തെ നമുക്ക് എന്തിനുള്ളതാണ്? ഇപ്പോൾ നമ്മൾ ബഹിരാകാശത്ത് പോയാലും റെക്കോർഡിട്ടാലും ഇത് ജനറ്റിക്കൽ ബ്ലെസ്സിങ്ങിലുള്ളതാണത്. നിങ്ങൾ നാളെ ചൊവ്വയിൽ പോയാലും ശാസ്ത്രമാണെന്നൊരു കാര്യമില്ല. ആ ശാസ്ത്രത്തിൻ്റെ ബ്ലെസ്സിങ്സ് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സന്താന പുഷ്ടി. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഉൽപ്പത്തി 1:28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അതാണ് സംഭവം. ഉൽപ്പത്തി 1:28. അതാണ് ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഒരു വിശ്വാസിയാകണം നിർബന്ധമില്ല. നിരീശ്വരനായാലും ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ നിർമ്മതക്കാരനായാലും ഇറ്റ് ഈസ് ദെയർ. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ട്.
ചില ആൾക്കാർ അതിൽ പക്ഷേ ജനറ്റിക് ബ്ലെസ്സിങ്സിന് ഉണ്ടാകുന്ന ചില പരിമിതികളുണ്ട്. ഈ പരിമിതികളെയാണ് ബൈബിൾ പിന്നീട് അഡ്രസ്സ് ചെയ്യണത്. ജനറ്റിക് ബ്ലെസ്സിങ്സിന് ജനിതകമായിട്ടുള്ള ഈ അനുഗ്രഹത്തിനും അത് നമ്മുടെ ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആശ്രയിച്ചതാണെങ്കിലും ബുദ്ധിക്കും ശക്തിക്കും അപ്പുറത്ത് ചില സമയത്ത് നമുക്ക് ജീവിതത്തിൽ കുറേ ചലഞ്ചസ് വരും. ഇതിനാണ് ഞാൻ ഹെവി ഡ്യൂട്ടി എന്ന് ആദ്യം പറഞ്ഞത്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഓർഡിനറി അല്ലാത്തതിനേക്കാൾ ഭാരപ്പെട്ട കാര്യങ്ങൾ. ഈ ഭാരപ്പെട്ട കാര്യങ്ങളിലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നും പറഞ്ഞ് ബൈബിൾ വേറെ ഫോർമുല വെക്കണത്. ഉടമ്പടി ടാർഗറ്റ് ചെയ്യണതും അത് വർക്ക് ചെയ്യണതും ഈ ഫോർമുലയിലാണ്. എന്താണ് നോട്ട് ബൈ മെറിറ്റ്? അത് വേണം ഒന്നുകൂടി ആവചനം എടുക്കാം. എഫെസ്യസ് 2:8 സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ മഹത്വം 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 മഹത്വം. എഫെസസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഫോർമുലയാണ്. എന്താണ് അത്? വിശ്വാസം വഴി പറഞ്ഞേ, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ ഡെലിവറൻസ് വരണത്, റിഡംഷൻ വരണതും എല്ലാം എന്താണ്? ചില സമയത്ത് ഹെവി ഡ്യൂട്ടിയാണ്, കൃപയാലാണ്. എന്താണ്? അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ആർജിതമല്ല. അത് നിങ്ങൾ ആർജിച്ചെടുക്കണതല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ ആർജിച്ചെടുക്കണതാണല്ലേ. MBA ഒക്കെ എടുക്കണതും MA എടുത്തിട്ട് MBA എടുക്കും, PhD എടുക്കും, അതെല്ലാം ആർജിച്ചെടുക്കണതാണ്. അപ്പം അത് നിങ്ങൾ നേടിയെടുത്തതല്ല. എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ്. പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇനി എന്താ പറഞ്ഞത്? ഈ കൃപയെക്കുറിച്ച് എന്താ പറഞ്ഞത്? കൃപ എന്താണ്? അത് പറഞ്ഞ് അത് നിങ്ങൾ നേടിയെടുത്തതല്ല. ട്രയൽ ആൻഡ് എറർ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് വെച്ചുകൊണ്ട് നിങ്ങൾ ആർജിച്ചെടുത്തതല്ല. പിന്നെ എന്താ? എങ്ങനെ എടുത്തതാണ്? ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇപ്പം കൃപ എന്ന് പറയുന്ന വിഷയമാണ് ഇന്ധനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ഇന്ധനം എന്ന് പറയുന്നത് കൃപയാണ്. അപ്പോൾ കൃപ എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ കൃപ എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സിനാണ് പറയണത്. ബ്ലെസ്സിങ്സ് ഇസ് നോട്ട് ഗ്രേസ്. ഗ്രേസ് ആൻഡ് ബ്ലെസ്സിങ്സ് ആർ ഡിഫറെൻറ്റ്. ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും. ഇതിൻ്റെ എന്താണ്, പുതിയ ആൾക്കാർ എല്ലാ ദിവസവും ഉണ്ട് ധ്യാനത്തിന്. അപ്പോൾ അവർക്ക് പഴയ ക്ലാസ്സുകൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പഴയ കാര്യങ്ങൾ വീണ്ടും എടുത്തിട്ട് ഇത് ഒത്തിരി പ്രാവശ്യം ആൾക്കാർ കേട്ട് കാണുന്ന കാര്യമാണിത്. പക്ഷേ ഞാനിത് വീണ്ടും പറയണതിൻ്റെ കാര്യം പുതിയ ആൾക്കാർ ശ്രദ്ധിക്കണം. ഉടമ്പടി എന്താണ്? ബ്ലെസ്സിങ്സ് എന്താണ്? കൃപ എന്താണ്? നമ്മൾ എവിടെയാണ് ഇനി നിക്ഷേപിക്കണത്? നമ്മൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഇതിൻ്റെ ഓരോ ഘടകങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ആൾക്കാരെ പോലെ എന്തുമാത്രം പ്രാർത്ഥനകൾ, എന്തെല്ലാം പ്രാർത്ഥനാ രൂപങ്ങളുണ്ട്, അതുപോലെ ഇതും ഒരു പ്രാർത്ഥനയായിട്ട് നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് കളയും. ഇപ്പം ശാസ്ത്രീയമായിട്ടുള്ള മ്യൂസിക് അറിയാൻ പാടില്ലാത്തവർ എന്ത് ചെയ്യും? ശാസ്ത്രീയ മ്യൂസിക് കൊടുത്താലും അവർ നാടൻ പാട്ടായിട്ട് പാടും. അതാണ് പ്രശ്നം. ഇപ്പം ശാസ്ത്രീയ മ്യൂസിക് അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാസ്ത്രീയമായൊരു പാട്ട് കൊടുത്താൽ അവരെന്ത് ചെയ്യും? അത് പാടി നാടൻ പാട്ടാക്കി കളയവർ. അതുപോലെ തന്നെ ഉടമ്പടിയെക്കുറിച്ച് അതിൻ്റെ വ്യക്തത അറിയാൻ പാടില്ലെങ്കിൽ അത് അവർ സാധാരണ ചെയ്തൊരു നൊവേനയ്ക്ക് കളയവർ. ഇത് ഭയങ്കര ഉടമ്പടിയുടെ ഏറ്റവും വലിയ അപകടമാണ്. ഇത് വന്നത് കൂടുതലും വരണത് പ്രായമായവരിൽ. അതുകൊണ്ട് പ്രായമായവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്തതിൻ്റെ കാരണം അതാണ്. നിങ്ങളാരും അതിൻ്റെ അകത്ത് മുഷിക്കേണ്ട കാര്യമില്ല. കാര്യം ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് അത് അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരം സുവിശേഷ പദ്ധതിയായി എൻ്റെ ആധ്യാത്മികതയെ പരിവർത്തനം ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.
സ്തുതി 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 കർത്താവേ, ആരാധന മഹത്വം. അപ്പോൾ നമ്മളെ കൃപ എന്താണെന്ന് അറിയണം. എന്താ കൃപ എന്താണ്? അത് 2 കൊറിന്ത്യൻസ് 12:9. 2 കൊറിന്ത്യൻസ് 12:9. 2 കൊരിന്തോസ് 12:9. 2 കൊറിന്ത്യൻസ് 12:9. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞ് അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിലാണ്. അതായത് എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി. ഇതിനാണ് കൃപ എന്ന് പറയുന്നത്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ബലഹീനതയിലാണ് എൻ്റെ നിങ്ങൾക്ക് എൻ്റെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ബ്ലെസ്സിങ്സ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഫിസിക്കൽ ഫേവേഴ്സാണ്, ഭൗതിക ആനുകൂല്യങ്ങളാണ്. അത് പലപ്പോഴും സഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല, നമുക്ക് മതിയായതായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ ഗ്രേസിനെ പ്രൊവിഷൻ വെക്കുന്നത്. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നിങ്ങൾക്ക് വീട് കിട്ടിയെങ്കിലും അത് ബ്ലെസ്സിങ്സാണ്. പക്ഷേ വീട് കിട്ടിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പ്രശ്നമായി. എന്താ കാര്യം? വീട് വെച്ചിരിക്കുന്നത് അപ്പൻ്റെ സ്ഥലത്താണ്. കാശ് മൊത്തം മുടക്കിയിരിക്കുന്നത് മൂത്ത മകനാണ്. മൂത്ത മകൻ്റെ വൈഫ് പറയും, അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടി വരുമ്പോൾ പിന്നെ അപ്പൻ വീട് ഇളയ മകൾക്ക് കൊടുക്കുമല്ല എന്ന് പറയും. കണ്ടാ, അവിടെ സമാധാനം പോയി. ബ്ലെസ്സിങ്സാണ്, പക്ഷേ സമാധാനം ഇല്ല. ഇപ്പോൾ വീട് വെച്ച് നമ്മളെ കഷ്ടപ്പെട്ടു. വീട് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മൂത്തമാൻ എന്ത് പറയും? മൂത്തമാൻ്റെ വൈഫ് കല്യാണം കഴിച്ചപ്പോൾ പറയും, ഇതിപ്പോൾ അപ്പൻ്റെ സ്ഥലത്തല്ലേ നിൽക്കണത്. അപ്പം മരിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അമ്മയുടെ പേരല്ല, അമ്മ മക്കൾക്ക് കൊടുക്കുകയുള്ളൂ, എനിക്ക് തരുക. എന്നെ കാണുമ്പോൾ തന്നെ അവർക്ക് കലിയ, അപ്പോൾ തരത്തില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറയുമ്പോൾ അസമാധാനമായി. ബ്ലെസ്സിങ്സ് കിട്ടി, പക്ഷേ നമുക്ക് അനുഭവിക്കാൻ പറ്റണില്ല, അനുഭവിക്കാൻ യോഗ്യതയില്ല. വീട് കിട്ടി, പക്ഷേ സമാധാനമില്ല. വീട് കിട്ടി നമുക്ക്, ബ്ലെസ്സിങ്സിന് ഇങ്ങനൊരു കുഴപ്പമുണ്ടാവും. അത് സഫിഷ്യൻ്റ് അല്ല. അതാണ് ഈശോ പറഞ്ഞത്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. ബ്ലെസ്സിങ്സ് കിട്ടിയാലും വീട് കിട്ടിയാലും നിങ്ങൾക്ക് ജോലി കിട്ടിയാലും വീട് കിട്ടിയാലും അതിൻ്റെ സമാധാനമുള്ളതെന്ന വിഷയം എന്താണ്? വേറെ സബ്ജക്റ്റാണത്. സയൻസിൽ നമുക്ക് സമാധാനം തരാൻ പറ്റത്തില്ല, മനസ്സിലായി? അതാണ് വിഷയം. യുക്തിക്കോ ബുദ്ധിക്കോ വിദ്യാഭ്യാസത്തിനോ നമുക്ക് സമാധാനം തരാൻ പറ്റത്തില്ല. ആരാണ്? ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ആരും നിങ്ങളിൽ നിന്ന്, സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയത്തില്ല. കാര്യം സന്തോഷത്തിൻ്റെ കുഴപ്പം ഈശോ പറയും, ഇത് സന്തോഷം 2 തരമുണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ലോകത്തിൻ്റെ സന്തോഷമുണ്ട്. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം. ഗ്രേസിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ കൃപ മൂലമാണ് നമുക്കൊരു അനുഗ്രഹം ഒരു വീട്ടിന് കിട്ടണമെങ്കിൽ അത് എടുത്തു കളയാൻ ഈ മരുമകൾ ഇപ്പോൾ കുത്തുതല ഉണ്ടാക്കിയില്ലേ അമ്മായിയമ്മയ്ക്കെതിരെ. ഒരു പ്രശ്നവും ഇല്ല അവിടെ ഒരു പ്രശ്നവുമില്ല. അപ്പനും അമ്മയും മരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഭാഗം ഉടമ്പടി ചെയ്ത് 4 പേർക്ക് 4 കഷ്ണമായിട്ട് കിട്ടുമായിരിക്കും. പക്ഷേ അത് മതി. പക്ഷെ അത് മനസ്സിലായി, മരുമകൾ ഇപ്പം തന്നെ പ്രസവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെങ്ങാനും ചത്ത പിന്നെ എന്ത് ചെയ്യും? വീട് അമ്മായിയമ്മയുടെ അപ്പനും ചാകും, നിങ്ങളും ചാകും. അപ്പം ഇവള് ചാകത്തില്ല, അതാണ് പ്രശ്നം. അപ്പനും ചാകും, നിങ്ങളും ചാകും. അപ്പം പിന്നെ എന്ത് ചെയ്യും? അമ്മായിയമ്മയും ഞാനുമായിരിക്കും. അമ്മായിയമ്മ പെമ്മക്ക് കൊടുക്കും വീട്. ഇല്ലാത്ത അസമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ല, ചിലപ്പോൾ ഒരു കാര്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എപ്പോഴും ബ്ലെസ്സിങ്സ് സമാധാനം ഗ്യാരണ്ടി ചെയ്യുന്നില്ല, അതാണ് വിഷയം. അതുകൊണ്ട് ഈശോ പറയും, ഈ ഗ്രേസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമുക്കത് അനുഭവിക്കാൻ പറ്റും. മറ്റത് അനുഭവിക്കണമെങ്കിൽ ബ്ലെസ്സിങ്സ് ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപ അവിടെ ആമെ ഗ്യാരണ്ടി ചെയ്യണം. അവിടെ ഒരു ഗ്യാരണ്ടി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എപ്പോഴും നിങ്ങൾ ബ്ലെസ്സിങ്സിനേക്കാൾ ഉപരി ഗ്രേസിനെ ഉന്നം വെച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് നല്ലത്. ഉടമ്പടിയിലെ ജീവിതക്രമം വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഗ്രേസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ചേട്ടത്തിമാർ ഒക്കെ എന്നെ ത്രൂക്ഷോടെ നോക്കണം, അച്ഛൻ ഗ്രേസ് എന്ന് പറഞ്ഞത് ഏത്? ഞങ്ങളുടെ അയൽവാസിയിലൊരു ഗ്രേസ് ഉണ്ടത്. ഗ്രേസ് എന്ന് വന്നിട്ടേ അതായത് ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപ. ഇതിന് ഞാൻ എന്താ പറയുക, ദൈവത്തിൻ്റെ ശക്തിക്കാണ് പറയണത്. നിങ്ങൾ പറയണ പല കാര്യങ്ങളും ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയല്ല, ശക്തിയുടെ ഇഫക്റ്റാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇഫക്റ്റ് എന്ന് പറയണത്? ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, സിമ്പിളായിട്ട് പറയാം. ഒരു കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ? കറണ്ട് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റായിട്ട് വന്നിട്ട് അതൊരു പ്രകാശ ഊർജ്ജമായിട്ട് മാറിയിട്ട് ഇവിടെ മുഴുവനും വെളിച്ചം കൊണ്ട് നിറയുകയാണ്. അപ്പോൾ വെളിച്ചമല്ലല്ലോ, കറണ്ട് വേറെയല്ലേ. അതിൻ്റെ അകത്ത് വെളിച്ചം എന്നുള്ളതാണ് ബ്ലെസ്സിങ്സ്. കറണ്ട് ഓഫായി കഴിഞ്ഞാൽ വെളിച്ചം താനേ പോകും. അപ്പോൾ കറണ്ടാണ് ഗ്രേസ്, ഊർജം. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമുക്ക് ലഭിക്കുന്നതെല്ലാം ഇഫക്റ്റാണ്. ഈ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരമറിയാതെ കൊടിയിടരുത്. ശരിക്കും എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഗ്രേസിനെ തന്നെ നമ്മൾ ആങ്കർ ചെയ്യണം, ഉന്നം വെക്കണം, പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, നിന്റെ ശക്തി എന്നിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി എൻ്റെ നിലവിലുള്ള സാഹചര്യത്തിൻ്റെ പരാധീനതകളെ നിന്റെ നാമത്തിൽ ഞാൻ എടുക്കുകയും അതെല്ലാം എൻ്റെ ബലഹീനമായ സാഹചര്യങ്ങള് നിന്റെ ശക്തി ആർജിക്കാനുള്ള ദൈവത്തിന്റെ പരിപാലനയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ സ്തുതിക്കുന്ന, നിന്നെ ആരാധിക്കുന്ന, നിനക്ക് നന്ദി പറയുന്നു. ശ്രുതികട ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ബലഹീനത എന്ന് പറയണത്. ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒരു നടക്കാത്ത, ഇപ്പം ജോലി കിട്ടാത്ത അവസ്ഥ, അതാണ് ബലഹീനത. കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത ജനറ്റിക് ട്രബിൾസ്, കുട്ടികളുണ്ടാകത്തില്ല എന്ന് പറയത്തില്ലേ, അത് അതിൻ്റെ ബലഹീനതയാണ്. അതുപോലെ തന്നെ കല്യാണം ഒത്തുവരാത്ത അവസ്ഥ, അതൊരു ബലഹീനത. എന്നിട്ട് ഈ ബലഹീനതയിൽ സാധാരണ ദൈവത്തെ അറിയാത്ത മനുഷ്യരെ ബലഹീനത വരുമ്പോൾ അത് ഓർത്തുകൊണ്ട് നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ബൈബിൾ എന്നാ പറയണത്? ബലഹീനതയെ എന്ത് ചെയ്യണമെന്ന് 12:10 2 Corinthians 12:9-10 വായിച്ച്. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് അതായത് ക്രിസ്തുവിൻ്റെ ശക്തി, ഇപ്പം നമ്മൾ ബലഹീനമായ സാഹചര്യങ്ങൾ, വിവാഹത്ത് വരുന്നില്ല, പറമ്പ് വിൽക്കണില്ല, ഇല്ലേ, പറമ്പ് വിൽക്കാൻ പറ്റണില്ല, ജപ്തി വരാൻ പോകുന്നു, ഇതെല്ലാം നമ്മൾ ബലഹീനമാക്കുന്നുണ്ട്, നമ്മൾ ഉറക്കം കെടുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തിനാണ്? ഇതിനെങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്? അതാണ് ഇപ്പോൾ അച്ഛൻ വായിച്ചത്. എന്താ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ ശക്തി. പറഞ്ഞേ, ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ ബലഹീനതയിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് പ്രശംസിക്കാം, സ്തുതിക്കുമെന്നർത്ഥം. അപ്പോൾ അതൊക്കെ ബൈബിളിൻ്റെ കാഴ്ചപ്പാട് കണ്ടല്ലേ. അതായത് നമ്മളിലേക്ക് ക്രിസ്തുവിൻ്റെ ശക്തി. ഇപ്പം നിങ്ങൾക്കൊരു ബലഹീനതയുണ്ട്, നിങ്ങളുടെ പറമ്പ് വിൽക്കണില്ലെന്ന് വിചാരിച്ചോ, അതുകൊണ്ട് ജപ്തി ആയി പോകാൻ പോവുകയാണ്. പറമ്പ് വിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിന് വഴിയില്ലാത്തത് കൊണ്ടാണ് വിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ കടങ്ങൾ അടക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് അടുത്ത പറമ്പ് കൂടിയും വീട് സ്ഥലം കൂടി ജപ്തിയാകാൻ പോണത്. ഇപ്പം അങ്ങനെ വരുമ്പോഴേ ഇതെല്ലാം നമ്മളെ നമുക്ക് ഉറക്കം പോവും. ഈ ഭാവിയെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകത്തില്ല. നമ്മൾ ആകപ്പാടെ പെട്ടുപോയില്ലെന്ന് ഓർക്കും. ഇപ്പം നമ്മൾ ചില ആൾക്കാർ സ്മോൾ അടിച്ച് നടക്കും, ചില ആൾക്കാർ വീട്ടിൽ കയറത്തില്ല. വീട്ടിൽ കയറിയ ഭാര്യ ചോദിക്കും, എന്താ പോയിട്ട് എന്തായി, നടന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നടക്കാത്തത് കൊണ്ട് പുള്ളിക്ക് സങ്കടമായിരിക്കും. പുള്ളി വന്ന് കിടക്കും, നീ ഒന്നും മിണ്ടാതിരി, നിൻ്റെ നാവ് വായിലിടാൻ പറയും. എന്നുവെച്ചാൽ ഇവർ പെണ്ണുങ്ങളെ നിങ്ങളുടെ സ്വഭാവം അറിയാമല്ല, ചുമ്മാ കണാ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും ചെയ്യത്തുമില്ല, ഇപ്പോൾ ചെയ്യണവനെ കൊണ്ട് ചെയ്യിക്കത്തുമില്ല. എപ്പോഴും ഇങ്ങനെ ചിലരുമല്ല, ചില ആൾക്കാർ ഭയങ്കര തലവേദനയായിരിക്കും. കാര്യം അതുകൊണ്ട് തന്നെ ഇവർ ചിലർ വീട്ടിൽ കയറത്തില്ല. അവർ നിങ്ങൾ എഴുന്നേക്ക് ഉടനുമ്പോൾ തന്നെ അവർ വീട്ടിൽ നിന്ന് പോകും. എന്താ കാര്യം? വീട്ടിൽ കയറേണ്ട കാര്യമില്ല, സമാധാനമാണ്. മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കും. ഭ്രാന്ത് പിടിപ്പിക്കുമല്ല,
കാരണം നിങ്ങൾക്ക് തന്നെ ടെൻഷൻ അടിച്ച് പ്രാന്താവും. ആ പ്രാന്ത് ആരെങ്കിലും കൊടുക്കണം വേണ്ടി കൈ കെട്ടണവൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് എല്ലാത്തിനും പ്രാന്ത് പിടിപ്പിക്കും. അപ്പോൾ ബൈബിൾ പറയണത് ഇങ്ങനെ പ്രാന്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കുടിക്കണവനൊക്കെ ദാഹിക്കും. അതാ പറഞ്ഞത്. അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി പ്രാന്ത് പിടിപ്പിച്ച് ഭർത്താവിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഓടിയാൽ ഇവിടം വരെ ഓടാനാണ്. നാട്ടുഭാഷ പറഞ്ഞാൽ ഓന്തോടിയാൽ വെയിലി വരെ ഓടും. അതുതന്നെ ഈശോ വേറൊരു ഭാഷ പറഞ്ഞതേ ഉള്ളൂ. ഓന്തോടിയാൽ വെയിലി വരെ ഓടും, ചെമ്മീൻ ചാടിയ ചട്ടി വരെ. നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല മഠത്തിൽ പോയി നിൽക്കാം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഇപ്പോൾ ഈ മണ്ണഞ്ചേരിയിലെ പോലീസുകാർ നല്ല രസമാണ്. ഇടക്കിടയ്ക്ക് വിളിക്കും, ഏലിയാമ്മ ഉണ്ട് അവിടെ. ഏത് ഏലിയാമ്മ? അപ്പോൾ ഇവിടെ ഇരുന്ന് പറയും ഏലിയാമ്മയൊക്കെ നോക്കി നടക്കും. ഇന്നലെ ലക്ഷത്തെ കൊണ്ട് നോക്കണപ്പോൾ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഉണ്ട് ഏലിയാമ്മ അകത്ത് കുത്തിയിരിക്കും. 2-3 ദിവസമായി അകത്തിരിക്കണത്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോലീസ് പിടിച്ചിട്ട് പോകും. ഇങ്ങനെ ഒന്നും വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റത്തില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് മഠത്തിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ കെട്ടിച്ച വീട്ടിലേക്ക് നമുക്ക് എത്ര കാലം പോയി നിൽക്കാൻ പറ്റും? നമുക്ക് ആദ്യത്തെ 10 കൊല്ലം പോയി നിൽക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പെട്ടിയും പ്രമാണം എടുത്ത് പായും കിടക്കെടുത്ത് അങ്ങോട്ട് ചെന്നാലേ അവിടെ ആൾക്കാർ ആരാണ് ഈ പോയി നിൽക്കണ വീട്ടിൽ? അവിടെ ആൾക്കാരില്ലാത്ത ആൾക്കാരാണ് നിൽക്കണത്. അപ്പനും അമ്മയും മാത്രമേ ഉണ്ടാകത്തുള്ളൂ മിക്കവാറും. ആങ്ങള ജോലിക്ക് പോയിരിക്കും, നാത്തും ജോലിക്ക് പോയിരിക്കും. പിന്നെ അവിടെ പോയി നിൽക്കുക. അങ്ങനെയുള്ളവരാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ പോയി നിൽക്കണത്. ഇതൊന്നും ഈശോ എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും, ചെമ്മീൻ ചാടിയ ചട്ടി വരെ. അതാണ് നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ, മനുഷ്യവചനം പറഞ്ഞാൽ ചെമ്മീൻ ചാടിയ ചട്ടി വരെ. ഈശോ ദൈവഭാഷ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിച്ചാൽ ഈ ഓടിപ്പോവുക, ചാടിപ്പോവുക, പോയി പാത്തിരിക്കുക, വീട്ടിൽ പോയി നിൽക്കുക, ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശാശ്വത പരിഹാരമല്ല. ഞാൻ നിങ്ങൾക്ക് തരുന്ന വെള്ളം കുടിക്കുന്നവന് പറഞ്ഞ ഒരിക്കലും ദാഹിക്കത്തില്ല, ഒരിക്കലും ദാഹിക്കുകയില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 4:13 യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. പ്രിസലാണ്. അപ്പം നാളെയും പോയി വീട്ടിൽ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇപ്പം വീട്ടിൽ പോയി നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്. ആ വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും പോയി വീട്ടിൽ നിൽക്കേണ്ടി വരും. ചില ആൾക്കാർ ഇറങ്ങിപ്പോകത്തില്ലേ? ഇവിടെ വരും അപ്പനെ കണ്ടില്ല, 31 ദിവസമായി. ഞാൻ പറഞ്ഞ് പോലീസ് അറിയിച്ച് പേപ്പറിലും കൊടുത്തു. പോലീസ് അരച്ച പേപ്പർ ഞാൻ ചോദിച്ചു, അപ്പൻ ഇതുക്ക് മുമ്പ് പോയിട്ടുണ്ടാ? ഇതുക്ക് മുമ്പ് എൻ്റെ കല്യാണത്തിന് മുമ്പ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി ഇനിയും പോവും. ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അതാ സംഭവം. അപ്പനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ വന്നത്, അല്ലെങ്കിൽ ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞാൽ വരണത്. വരുമ്പോൾ ഞാൻ ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് ഇതുക്ക് മുമ്പ് പോയിട്ടുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ കല്യാണത്തിന് മുമ്പ് പോയിട്ടുണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു ഇനിയും പോകാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അതാ കർത്താവ് പറഞ്ഞത്. കാര്യം നമ്മൾ ഇരുട്ട് കൊണ്ട് ഊട്ടടച്ചിട്ട് കാര്യമില്ല. ഇപ്പം കണ്ണടച്ചിട്ട് ഇരുട്ടാക്കുക, ഇരുട്ട് കൊണ്ട് ഊട്ടടക്കുക. ഒരു പ്രശ്നം പരിഹരിക്കണത് നാട് വിട്ടാണ് പരിഹരിക്കണത്. നാട് വിട്ട് പ്രശ്നം പരിഹരിക്കാൻ പോയാൽ ജീവിതകാലം മുഴുവൻ നാട് വിട്ട് പോകേണ്ടി വരും. വീട് വിട്ടാണ് പ്രശ്നം പരിഹരിക്കാൻ പോകണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ വീട് വിട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഈശോ എന്താ പറയണത്? എന്നെക്കൊണ്ട് പ്രശ്നം പരിഹരിക്കണം. ഈ വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ല. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആധ്യാത്മികതയെ ഒരു ആത്മീയ നടപടി പ്രാർത്ഥനാരൂപമായിട്ട് എടുക്കരുത്. ഇത് വളരെ ദൈവമായിട്ട് കാതലായ വിധത്തിൽ ദൈവിക ഊർജം, നമ്മൾ വൈദ്യുത ഊർജം എന്ന് പറഞ്ഞ പോലെ ദൈവിക ഊർജവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുന്ന ഒരു മെത്തേഡാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കുറേ മെത്തേഡുണ്ട്. പ്രയർ 20% ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്ത്. ബാക്കിയെല്ലാം എന്താണ്?
ദൈവവചനം അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞില്ലേ, അതായത് യോഹന്നാന്റെ സുവിശേഷം 13:14 ശ്രുതികട്ടെ. നിങ്ങളുടെ കർത്താവും ഏറ്റു പറഞ്ഞ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. മനസ്സിലാണ്? ഇത് ഒരു, അതായത് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മോഡൽ ഫോർമുലയാണ്. ഇതാണ് ഉടമ്പടിയിൽ നമ്മൾ പ്രയോഗിക്കുന്നത്. എന്താ കാര്യം? അതാണ് ഞാൻ പറഞ്ഞത്, 20% പ്രെയറിൻ്റെ അകത്ത് ഉള്ളത്. ബാക്കി എൻ്റെ മോഡൽ എന്താണ്? നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഇപ്പം മനുഷ്യന്മാരോട് വിനയത്തോടും എളിമയോടും സംസാരിക്കുകയും ഗർവുകളും തന്മൂരുമ മനോഭാവവും ആളുകളെയും അഭ്യാസങ്ങളുമൊക്കെ കുറച്ച് ക്രിസ്തുവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി എനിക്കുള്ള നമ്മളെന്താ ബലഹീനതയെ മൂടിവെക്കുകയാണ് നമ്മൾ ചെയ്യണത്. നമ്മളെന്താ ചെയ്യണത്? ഇപ്പം നമ്മുടെ ബലഹീനത, ഇപ്പം നിങ്ങൾക്ക് മുടി പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വിഗ് വെക്കും അല്ലേ? അല്ലെങ്കിൽ മുടി കുറവാണ്, ഇപ്പം എലിവാല് ഒരു സംഭവമേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വാർമുടി മേടിച്ച് ഫിറ്റ് ചെയ്യും. മനസ്സിലായി? ബലഹീനതയെ നമ്മൾ വേറെ രീതിയിലാണ് കാണുന്നത്. ബലഹീനതയെ, അതായത് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല, എനിക്ക് മുടിയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറയണതേ. നമ്മൾ പറയണത് എന്താണ്? എനിക്ക് എലിവാലൊന്നുമല്ല, എനിക്ക് അടിപൊളി മുടിയുണ്ട്. പക്ഷെ നമ്മൾ അടുത്തറിഞ്ഞ് തരുമോ? ഒരു കണ്ടവൻ്റെ ഭാര്യയല്ലേ, ചിലപ്പോൾ കണക്കൊരു അടി മേടിക്കത്തില്ലേ? അത് കാരണം ഇത് എലിവാലാണ് അത് വാറമുടിയാടാന്ന് വല്ലതും നോക്കുമോ? അതിൽ നോക്കത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ പുട്ടപ്പ് ചെയ്യും. നിങ്ങളെ പുട്ടപ്പ് ചെയ്തോ, പക്ഷേ ആധ്യാത്മിക പുട്ടപ്പിക്ക് നടക്കത്തില്ല. ആത്മാവിൽ നമുക്ക് ബലഹീനത ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണ്? ആദ്യമേ അതിൻ്റെ മാർഗ്ഗം എന്ത്? ഇപ്പം നിനക്ക് ജോലി കിട്ടണില്ല, നിനക്കറിയാം നിൻ്റെ പ്രശ്നം എന്താണെന്ന്. ഇപ്പോൾ ചിലപ്പോൾ നിനക്ക് ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ കല്യാണം ഒത്തു വരുന്നില്ല, അപ്പോൾ അവർ ചുണ്ടലൊക്കെ മറ്റേ സാധനം ചായയൊക്കെ തേച്ച് അടിപൊളിயாக ഉണ്ടാക്കും. പൈസ ചിലപ്പോൾ 40 ഉണ്ടാവും, എന്നാലും അവർ 22 വയസ്സൊക്കെ അവർ തോന്നി നിൽക്കത്തുള്ളൂ. ചുരിദാറൊക്കെ ഇറുകിയ ചുറുകിയാലൊക്കെ ഇട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെയല്ല വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്തോ, പക്ഷെ അത് മാനുഷികമായി ഇരുട്ടുകൊണ്ട് ഊട്ടടക്കണ പോലെ ഇരിക്കും. പക്ഷെ മറിച്ച് എന്താ? ഒന്നാമത്തെ നടപടി എന്താണ്? ഇത് അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് വയസ്സ് 40 ഉണ്ട്. പിന്നെ എന്താ എൻ്റെ മുമ്പിലുള്ളത്? ഈ മേഖലയിൽ നോട്ട് ബൈ മെറിറ്റേ വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? എൻ്റെ കഴിവല്ല, കർത്താവിൻ്റെ കൃപ. കർത്താവ് ഒരു നിമിഷം വിചാരിച്ചാൽ എൻ്റെ ആളെ കർത്താവ് കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി തരും. കാര്യം എന്താ? നമ്മുടെ മുമ്പിലുള്ള എന്താണ്? ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. നമ്മുടെ മുമ്പിലുള്ള എന്താണ്? 10,000 ഉടമ്പടി സാക്ഷ്യങ്ങളാണ്. ആ 10,000 അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏറ്റവും നല്ല ഉടമ്പടി എടുത്തവർക്ക് ഏറ്റവും നല്ല ഹോംവർക്ക് എന്താ? കെട്ടിമേച്ചലും പുട്ടപ്പിങ്ങും അല്ല, മറിച്ച് യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് എൻ്റെ അവസ്ഥ ഇതാണ്, പക്ഷേ എൻ്റെ കർത്താവിന് ഈ വിഷയം നോട്ട് ബൈ മെറിറ്റിൽ ചെയ്യാൻ കഴിയും. നോട്ട് ബൈ മെറിറ്റിൽ, അതായത് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയുണ്ട്, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാക്ഷിയാണ്. അതായത് പേരിന് പ്രിൻസി വർഗീസ് എന്ന് പറഞ്ഞു. പ്രിൻസി വർഗീസാണ്. ഇപ്പോൾ പ്രിൻസി വർഗീസിനെ സംബന്ധിച്ച് അതൊരു യാക്കോബ സഭാവിശ്വാസിയാണ്. അവരൊരു ജീവിത പങ്കാളി ലിവിങ് ടൂതർ എന്ന് പറയും. നമ്മൾ ലിവിങ് ടൂതർ പോയി ജീവിക്കുകയാണ്. വേറെ ഒരു കാസ്റ്റിലെ ആളെ കല്യാണം കഴിച്ചിട്ട് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുകയാണ്. പക്ഷേ അവരുടെ ഒരു പ്രശ്നമെന്ന് പറയണത് ഇതൊക്കെ ഇതാണ്. അവർക്ക് മെറിറ്റില്ല ശരിക്കും. കണ്ട അവരുടെ സ്റ്റാറ്റസ് കണ്ട, അവർക്ക് മെറിറ്റില്ല. എന്താ വെച്ചാൽ അവർക്ക് നല്ല ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം അവർക്ക് ക്രിസ്തുവിനെ അറിയാത്ത മക്കളെ ജനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ലേ? അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം സുവിശേഷത്തിൻ്റെ ദൃഷ്ടിയിൽ അത് ദുർമാതൃകയാണ്. അവരെന്ത് അഭ്യാസം പറഞ്ഞാലും എന്തെല്ലാം തരത്തിലുള്ള ലോകത്തിൻ്റെ ഇപ്പോഴത്തെ നിലവാരമൊക്കെ പറഞ്ഞാലും കർത്താവ് പറയും ആകാശവും ഭൂമിയും കടന്നു പോകും, ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് മാറ്റമില്ല. അപ്പോൾ അങ്ങനെ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ട് കാലങ്ങളിങ്ങനെ മാറി ഇപ്പം ആരും എന്ത് നോക്കാനാണെന്നൊരു കാര്യമില്ല. ആകാശവും ഭൂമിയും ഈശോ എന്താ പറഞ്ഞത്? ഇങ്ങനെ ആകാശം കടന്നു പോകും, പുതിയ കാലം ഉണ്ടാവും. പക്ഷേ പുതിയ കാലത്തിന് കർത്താവിൻ്റെ വിശുദ്ധി ജീവിതമായിട്ട് ഒന്നും ചെയ്യാനില്ല. പുതിയ കാലമൊക്കെ വരുന്നു പോകും. എന്താണ്? ആകാശവും ഭൂമി 24:35 24:35
ആകാശവും ഭൂമിയും കടന്നു ആ പോകും. പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും. എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾക്ക് എന്ത് ഇങ്ങനെ കാലം മാറി ഇപ്പോൾ എന്ത് മതം ആരും നോക്കാനാണ്, വിശ്വാസം ആരും നോക്കാനാണ് എന്ന് പറയും. നിങ്ങൾ പറയും ഞങ്ങൾ മതം മാറിയിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളെ വിശ്വാസം മാറിയൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളുടെ മകന് ജോലി കിട്ടിയല്ലോ, മകൾ കാനഡയിൽ പോയല്ലോ. മകൾ കാനഡയിലും പോകും, ചിലപ്പോൾ ബഹിരാകാശത്തും പോകും. ബഹിരാകാശത്ത് പോകാനും കാനഡയിൽ പോകാനല്ല അവൻ ക്രൂശിക്കപ്പെട്ടത്. അവൻ പറഞ്ഞത് എന്താണ്? പിതാക്കന്മാരെ മരുഭവിച്ചു മന്ന ഭക്ഷിച്ചു, അതുപോലെയല്ല ഈ അപ്പം. ഈ അപ്പം ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നു, എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് നയിച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ ഞാൻ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. കൈയടിക്കേണ്ട സുഹൃത്തുക്കളല്ലേ? നിത്യജീവന്റെ നിരന്തരം സഹായിക്കണമേ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണ്? എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ വേണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഒരു വില അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിത്യതയെക്കുറിച്ച് വേണം ചിന്തിക്കാൻ. നിത്യത നമ്മളെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒതുങ്ങിയൊരു ജീവിതം ജീവിച്ച് കൂട്ടണത്? എന്തിനാണ്? അതായത് നിത്യതയെ ഞാൻ നിങ്ങളോടത് പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കണം. കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ദൈവത്തെ ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. 2004 ഡിസംബർ 7 മാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഞാനത് ഏറ്റുപറഞ്ഞുകൊണ്ട് അമ്മയുടെ രൂപ ഇവിടെ പ്രതീക്ഷിച്ചപ്പോഴാണ് നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നൽകിയത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആൾക്കാർ 6 മാസം ചെല്ലിയപ്പോഴാണ് നമുക്ക് ഉടമ്പടി തന്നത്. ലോകത്തൊരു ധ്യാനകേന്ദ്രം കൊടുക്കാതെ എന്തുകൊണ്ട് ഉടമ്പടിയുടെ രഹസ്യം നമുക്ക് നൽകുകയും അതിലൂടെ 10,000 ദൈവം ഇവിടെ കോരിച്ചൊരി. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. പക്ഷേ ഇത്രയും ആൾ അപ്പോഴും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മഴയത്തും ആൾക്കാർ വിട്ടുമാറാതെ ഇങ്ങനെ കൃപാസനം നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കൃപാസനം മനുഷ്യനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ മനുഷ്യൻ്റെ വർത്തമാനകാലവും ഇനി വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും അഭിസംബോധന ചെയ്യാൻ ദൈവത്തിൻ്റെ സംവിധാനം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപയുടെ കൂടാരമേ, സച്ചാരിമാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാനപേടകമേ, കൃപാസനത്തിൻ്റെ വാഗ്ദാനപേടകമേ, വാഗ്ദാനപേടകമേ, കൃപാസനത്തിൻ്റെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പ്രിൻസി വർഗീസിൻ്റെ വിഷയം പറയാം. അപ്പോൾ പ്രിൻസി വർഗീസിൻ്റെ സെറ്റപ്പ് മനസ്സിലായില്ലേ? അതങ്ങനെ വളരെ ഒരു 0 മിനിറ്റിൽ നിൽക്കുന്ന ആളാണ്. 0 മിനിറ്റിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇവർ വർഷങ്ങളായിട്ട് ഒരു 10-19 വർഷമായിട്ട് ഇവർ ഇസ്രയേലിലാണ്. ആ സാക്ഷ്യം പഠിക്കേണ്ട സാക്ഷ്യമാണ്. നിങ്ങൾ കേട്ട് കാണുമായിരിക്കും അല്ലേ? കണ്ടു കാണും അല്ലേ? അതായത് കണ്ടില്ലെങ്കിൽ ഇന്ന് കാണണേ. അതായത് ഇവർ ഈ 19 വർഷമായിട്ട് ഇസ്രയേലിലാണ്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പോയതാണ്. പിന്നെ അതിനുള്ളിൽ അവർ ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ചു. അതിന് 3.5 വയസ്സ്, രണ്ടാമത്തെ കുഞ്ഞിന് 3.5 വയസ്സായപ്പോൾ ഇസ്രായേലിൻ്റെ നിയമം എന്താ? നമുക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്ന പോലെ ഗൾഫ് രാജ്യത്തും ഇസ്രായേലിലും ഒന്നും ജീവിക്കാൻ പൗരത്വം കിട്ടത്തില്ല. എനിക്കത് മരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവർ പറഞ്ഞ് 3.5 വയസ്സ്, കൊച്ചിന് 3.5 വയസ്സായപ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ടായിക്കൊള്ളാൻ പറഞ്ഞു, വീട്ടിൽ ഇന്ത്യയെ കൊണ്ടാക്കാൻ പറഞ്ഞു. കാര്യം അവിടെ യഹൂദന് മാത്രമേ പൗരത്വം ഉള്ളൂ. അപ്പോൾ ഇവർക്ക് സങ്കടമായി ഭയങ്കര. കാര്യം ആദ്യത്തെ കുഞ്ഞിൻ്റെ കൂടെ നിന്നില്ല, അതിന് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നില്ല. അതായത് 3.5 വയസ്സ് വരെ കുഞ്ഞ് നമ്മുടെ കൂടെ നിന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് വീട്ടിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എന്ത് സങ്കടമായിരിക്കും. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ നടക്കത്തില്ല. അപ്പം അങ്ങനെ
അങ്ങനെ ഇവർക്കാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാനും പറ്റത്തില്ല. കാര്യം ഇവർ GNM ആണ്, പഴയ മലയാള സ്കൂളിൽ പഠിച്ച ആളാണ്. ജനറൽ നേഴ്സിംഗ് ഉള്ള, BSc നേഴ്സിംഗ് ഇല്ല. അപ്പം അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയാൽ, ഇപ്പം ന്യൂസിലൻഡ് പോലൊരു രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഭർത്താവിന് അതുപോലെ തന്നെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റും. ന്യൂസിലൻഡിൽ 2 കൊല്ലം പോയി അവർ താമസിച്ചാൽ ആസ്ട്രേലിയയിലേക്ക് ഈസി ആയിട്ട് വിസ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇവർ GNM ആണ്. അതുകൊണ്ട് അവിടെ ഒരു ഹോം നേഴ്സിൻ്റെ വർക്കാണ് ചെയ്യണത്. ഈ ഹോം നേഴ്സിൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും എല്ലായിടത്തും ഒന്ന് പിടിച്ചു കയറാൻ പാടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഞാനീ പറഞ്ഞ എന്താ അതായത് ജീവിതത്തിൻ്റെ ഡീമെറിറ്റുകളെക്കുറിച്ച് പറയുകയാണ്. എന്താ ഉടമ്പടി വർക്ക് ചെയ്യണം എങ്ങനെ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് ഓർത്തേക്കണം. ഇവരുടെയൊക്കെ തടസ്സങ്ങൾ മനസ്സിലായില്ലേ? അവിടെ മെറിറ്റില്ല. എന്താണ് കാര്യം? ഒരു GNM. രണ്ടാമതെന്താ കാര്യം? ഇവിടെ വിസ പ്രോസസ്സ് ചെയ്യത്തില്ല ഒരിക്കലും. കാര്യം എന്താ? 40 വയസ്സുണ്ട്. 39 വയസ്സെന്ന് പറയുമ്പോൾ ഓൾറെഡി 40. ഇവർക്ക് എന്താ കാര്യം? ഒരു പല സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 35 വയസ്സാണെങ്കിൽ ഓക്കെയാണ്. 35 കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻറ്റ് വിസയും നടക്കത്തില്ല. അപ്പോൾ ഞാൻ എന്താ പറയണത്? മെറിറ്റുകൾ ഓരോന്നായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുമ്പോൾ ചില അണ്ണന്മാർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉടമ്പടി അതാണ്, അതിൻ്റെ ഫോർമുല അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ പ്രിൻസിയെ ജിൻസി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരത്തെ വിളിച്ചു പറഞ്ഞ്, എടോ താനുണ്ടല്ലോ, തനിക്ക് തൻ്റെ കുഞ്ഞിനെയുമായിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി ഭർത്താവുമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, ജിൻസി ഞാനെന്ത് ചെയ്യാനാണ്? എൻ്റെ അവസ്ഥ ഇതല്ലേ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഇവിടുന്ന്. കാര്യം എനിക്കിനി അത് അവിടുന്ന് പരീക്ഷ എഴുതാൻ എനിക്ക് ഇംഗ്ലീഷ് പിടികിട്ടണില്ല. അത് പുതിയ കാലത്തെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാമല്ല. ഇപ്പോഴത്തെ ഒരു +2കാർക്ക് തന്നെ ഇംഗ്ലീഷിൽ വെൽ സ്റ്റാൻഡേർഡാണ്. അവർ ഇംഗ്ലീഷ് മീഡിയമാണ് ഫോളോ ചെയ്തെങ്കിൽ വെൽ സ്റ്റാൻഡേർഡാണ് അവർക്ക് കമ്പ്യൂട്ടറും കാര്യങ്ങളെല്ലാം വളരെ ഫടാഫടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളൊരു കോമ്പറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും മെറിറ്റില്ല, അവിടെയും ഇവർക്ക് പെൺസിക്ക് മെറിറ്റില്ല. അപ്പം അതെന്തായാലും ഈ കൂട്ടുകാരത്തി ഇങ്ങനെ പറഞ്ഞിട്ട് ജിൻസി എന്ത് ചെയ്യുന്നറിയാമോ? ജിൻസി കൂട്ടുകാരത്തിയാണ്, ഇവളുടെ പേരെന്നാ പ്രിൻസി. പിന്നെ ഒരു ദിവസം പെട്ടെന്നൊരു ദിവസം ഈ പ്രിൻസി എടുത്ത് വന്നേച്ച് ജിൻസി ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിക്കൊരു കുരിശ് വരക്കും. താൻ രക്ഷപ്പെടുള്ളൂ. തന്നെയും ഈ കൊല്ലം തന്നെയും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും കൊണ്ട് കൃപാസനം മാതാവ് വേറെ രാജ്യത്ത് പോകും. നിങ്ങൾ 19 പോകുമെന്ന് പറഞ്ഞ് പ്രവചിക്കുകയാണ്. ആ പ്രവചിക്കണ എന്താണ്? ഈ ഉടമ്പടിയുടെ തൈലമെടുത്ത് ഇവരുടെ നെറ്റിക്ക് ഇങ്ങനെ പൂശിയിട്ടാണ് ഇവർ പ്രവചിക്കുക. അപ്പോൾ ദൈവം ഒരാളെ നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വയറ്, നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വീട്, ഇതും പറഞ്ഞുകൊണ്ടിരുന്ന ഈ ജന്മത്തെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. എനിക്ക് ഏർപ്പെടുന്ന ഈ അച്ഛനെ കാണാമെന്ന് നിൽക്കുന്ന ആൾക്കാരില്ലേ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. അച്ഛനെ കാണാൻ വരുന്നത് പകുതി, അതായത് നിങ്ങൾ അച്ഛനെ കാണാൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടി എടുത്തവരായിരിക്കണം വരേണ്ടത്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന ആർക്കാന്ന് രോഗികളില്ലേ, രോഗികളെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. രോഗികൾക്ക് ചിലപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലല്ല. കാര്യം ഗുരുതരമായ രോഗികളെ ഞാൻ എടുക്കത്തുള്ളൂ, ആൾക്കാരെ വരത്തുള്ളൂ. പക്ഷെ അവരോട് നമുക്ക് ഉടമ്പടി എടുക്കാൻ പറയാൻ പറ്റുക? അപ്പോൾ ചിലപ്പോൾ അവരുടെ വൈഫായിരിക്കും എടുത്തിരിക്കുന്നത്. പക്ഷെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രോഗി വൈഫാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിലും ഇവർ ചിലപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വിജയിക്കത്തില്ല. കാര്യം എന്താ? വൈഫെന്ന് പറഞ്ഞാൽ ലോക കള്ളിയായിരിക്കും. അതാണ് പ്രശ്നം. അവർ ഉടമ്പടി ഉഴപ്പിക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് എനിക്കിപ്പോൾ ചില ആൾക്കാരോട് ഞാൻ മെസ്സേജ് പറയത്തില്ലേ, ചില ആൾക്കാർ മെസ്സേജ് പറയും, ചില ആൾക്കാർ ഡേറ്റ് പറയും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പക്ക ഉടമ്പടിക്കാരാണ്. അവർ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ നമ്മൾ അച്ഛനെ കാണാനുള്ള ചീട്ടായിട്ടാണ് ഉടമ്പടി ദുരുപയോഗിക്കുന്നത്. അവരവിടെ ഇടിച്ചതിൽ ചീട്ട് വാങ്ങിക്കണില്ലേ, അവർ ഉടമ്പടിയായിട്ട് അവർക്ക് ബന്ധമില്ല. ഉടമ്പടി എടുത്തിട്ട് പോലും അവർ ചെയ്തിട്ടില്ല. കാരണം ചില ആൾക്കാർ വരണമെന്ന് പറയണത്, ഇപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഉടമ്പടി ചീട്ട് കിട്ടിയപ്പോൾ എനിക്ക് സംശയം തോന്നി. മാതാവിൻ്റെ അടുത്ത് വെച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ ചെന്നു അവരുടെ ഉടമ്പടിയുടെ ചീട്ട് പരിശോധിച്ചു. ഉടനെ അവരുടെ പേപ്പർ പരിശോധിച്ചപ്പോൾ 2023 ഉടമ്പടിയാണ്. അന്ന് മുങ്ങിയിട്ട് ഇന്ന് പൊങ്ങുകയാണ് ആൾ. ഇത് പുതുക്കിയിട്ടില്ല, ഇന്ന് പുതുക്കിയിരിക്കുകയാണ്. എന്തിനാണ്? അച്ഛനെ കാണാൻ വേണ്ടി.
ആർക്ക്? അനിയത്തിയുടെ കൊച്ചിന്. അനിയത്തിയുടെ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ടായി, വണ്ടി ഇടിക്കാനൊക്കെ ചെയ്തപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന ഉടമ്പടിയും പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് അപ്പം പുതുക്കിയിരിക്കുകയാണ്. ഇതൊന്നും ഉടമ്പടി വർക്ക് ചെയ്യുന്നതല്ല. ദൈവത്തിനെ പറ്റിച്ച് അനുഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അളക്കുന്ന കർത്താവ് എന്താ പറഞ്ഞത്? അതാണ് പ്രശ്നം. അതും പ്രശ്നം. അച്ഛൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയണത്. നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും സിമ്പിളല്ലേ അത്? ബൈബിളിൻ്റെ ഇക്കോണമി അതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഉടമ്പടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, ആത്മാർത്ഥതയോടെ ഉടമ്പടി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിഹാരമേകും ഉടമ്പടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടും ജീവിതം ധന്യമാക്കി. അപ്പോൾ ഈ പ്രിൻസിയുടെ നെറ്റിക്ക് കൊണ്ടുവന്ന് ജിൻസി ഉടമ്പടി തൈലത്തിൻ്റെ കുരിശ് വരക്കും. കുരിശ് വരച്ചും പറഞ്ഞ്, എടോ താനും മക്കളും ഭർത്താവുമായിട്ട് ഈ കൊല്ലം തന്നെ വേറെ രാജ്യത്തേക്ക് പോകാൻ മാതാവ് ഇടയാക്കുമെന്ന് പറയും. അപ്പോൾ ഈ പ്രിൻസി പറയും, എൻ്റെ ജിൻസി എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. എന്താ കാര്യം? അവർ അത് ശരിയാണ്, അവിടെ ജീവിതം അങ്ങനെയാണല്ല. ദൈവത്തിന് ഈ അടുത്ത 10 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ജീവിതമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ അവസ്ഥയാണ് അത്. അവർ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ജിൻസി എനിക്കിതിലൊന്നും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ വൃത്തികെട്ട ജീവിതം ജീവിച്ച് വിശ്വാസം അവിടെ പോയി. അതാ നമ്മുടെ ജീവിതം. വിശുദ്ധിയും വിശ്വാസവും ജീവിതവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, ഭയങ്കര ബന്ധമുണ്ട്. അപ്പം നിങ്ങൾ വിശ്വാസം മതി, വിശുദ്ധി വേണ്ടെന്നല്ല പറയണത്. വിശ്വാസം എന്തിലാണ് വിശ്വസിക്കണത്? നമ്മൾ കർത്താവിൻ്റെ വചനത്തിലാണ് വിശ്വസിക്കുന്നത്. ആ വചനത്തിനുള്ള പ്രശ്നം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്ന ആ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കണത്. വിശ്വാസം എവിടുന്നാണ് വരുന്നത്? കേൾവി എന്നല്ലേ? കേൾവി എന്ന് എവിടുന്നാണ് വരുന്നത്? യേശുക്രിസ്തുവിൻ്റെ. നമ്മളൊരു 10:17 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 10:17. വിശ്വാസം കേൾവിയിൽ വേണ്ട. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾവി നിന്ന്. കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതൊക്കെ കൃത്യമല്ല. വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസം റോമ 10:17. വിശ്വാസം എവിടെ നിന്ന് വരുന്നു? വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾവി എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. അതാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നാണ്. അപ്പോൾ വിശ്വാസം തന്നെ എവിടെ നിന്നാണ്? വചനത്തിൽ നിന്നാണ് വരണത്. പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസം എവിടെ നിന്ന് നമുക്ക് വരണത്? വചനത്തിൽ നിന്നാണ് വരണത്. വചനത്തിൻ്റെ പ്രശ്നം എന്താണ്? വചനത്തിന് 2-3 ഗുണങ്ങളാണുള്ളത്. ഒന്നെന്താണ്? വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16 എടുത്ത് സുവിശേഷത്തെ പറ്റി പറഞ്ഞ സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പൊ സുവിശേഷം എന്ന് പറയണത്, വചനം എന്ന് പറയണത് എന്താണ്? അത് രക്ഷയിലേക്ക് നയിക്കുന്ന. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവാണ്. ലൂക്ക 2:30 എടുത്ത്. ലൂക്ക 2:30-31. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ബേസിക് വചനങ്ങളാണ്. എന്താണ്? ക്രിസ്തുവിനെ കയ്യിലെടുത്തപ്പോൾ ശമയോൻ പറഞ്ഞതാണ്. എന്താണ്? സകല ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അല്ല ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല. മനസ്സിലായില്ലേ? യഹൂദന് വേണ്ടിയും അക്രൈസ്തർക്ക് വേണ്ടിയും ഹിന്ദുക്കൾക്ക് വേണ്ടിയും മുസ്ലിംസിന് വേണ്ടിയും പാർസികൾക്ക് വേണ്ടിയും. എന്തെന്നാൽ സകല ജനങ്ങൾക്കും വേണ്ടി. പറഞ്ഞേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ അതാരാണ്? ക്രിസ്തുവാണ്. അതാണ് ക്രിസ്തുവ. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്?
വിശ്വാസം കേൾവിയിൽ നിന്നും 10:17 റോമ. വിശ്വാസം കേൾവിയിൽ നിന്നും പറഞ്ഞേ, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾവി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വചനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ വചനം എന്താണ്? വചനം റോമ 1:16 അനുസരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ വചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വചനത്തിലൂടെ നമുക്ക് എന്താ ലഭിക്കണത്? ദൈവത്തിൻ്റെ ശക്തി ലഭിക്കും. പിന്നെ എന്ത് കിട്ടും? വിശുദ്ധി കിട്ടും. അപ്പോൾ അതാണ് പ്രശ്നം. ഈ വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ് ലഭിക്കുന്നത്. ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വായിച്ചില്ലേ? 2 Corinthians 12:9 വായിച്ചില്ലേ? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് നമ്മൾ വായിച്ചു അല്ലേ? അപ്പോൾ ഈ ശക്തി നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ബലഹീനത ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സിങ് പ്രക്രിയ എന്താണ്? അതെന്ത്? റോമ 1:16 എന്താണ്? സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ വചനം എന്ത് ചെയ്യും? നമ്മൾ പാലിക്കുമ്പോഴേ, അതാണ് അവൻ പറയണ പോലെ ചെയ്യണത്. വചനം നമ്മൾ പാലിക്കുക. വചനം പാലിക്കുമ്പോൾ എന്ത് പറ്റും? വചനം പാലിക്കുമ്പോഴേ ഈ ക്രിസ്തുവാകുന്ന ശക്തി എന്താ സംഭവിക്കണത്? നമ്മുടെ ബലഹീനമായ സാഹചര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുകയും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിശ്വാസം ലഭിക്കുന്നവന് ഈ ശക്തി പ്രവർത്തിക്കണത് എങ്ങനെയാണ്? ശക്തി പ്രവർത്തിക്കണമെങ്കിലുള്ള എൻ്റെ പ്രീ റിക്വസ്റ്റ് എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. 15:3 എടുത്ത് ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യോഹന്നാൻ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അതാണ്. അപ്പോൾ വചനത്തിൻ്റെ പ്രശ്നം വെച്ചാൽ വചനത്തിന് ആദ്യം എന്താ വേണ്ടത്? ആദ്യം നമുക്ക് വചനം കേൾക്കുമ്പോൾ ഉടനെ അടയാളങ്ങൾ ഉണ്ടാകത്തില്ല. ശക്തി പ്രവർത്തിക്കണ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകണം. അപ്പോൾ വചനം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിശുദ്ധി ഉണ്ടാകണത്. അപ്പോൾ വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം വിശുദ്ധി ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലെന്ന് പൗലോസപ്പോസ്തലന്റെ വചനമാണ്. അപ്പം ഇതിനകത്ത് വരുന്ന വിഷയം, വചനം കേൾക്കുന്ന മാത്രയിൽ 15:3 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം. അപ്പം ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് ആദ്യം ബേസിക്കായിട്ട് അതാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ പിന്നീട് എന്താണ്? അവൻ പറയുന്ന പോലെ ചെയ്ത് കഴിയുമ്പോൾ വചനത്തിൻ്റെ റോമ 1:16 അനുസരിച്ചുകൊണ്ട് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രവർത്തിക്കാൻ അതുകൊണ്ട് ആദ്യം വിശുദ്ധീകരണമാണ് വേണ്ടത്. ആദ്യം വിശുദ്ധീകരണം സംഭവിച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാമോ? ചില ആൾക്കാർക്ക് മണ്ടത്തരം പറ്റും. അവർ വിശുദ്ധീകരിക്കത്തില്ല. ആ പഴയ പോലെ അഴുക്കട്ട ജീവിതം തന്നെ ജീവിക്കും. വൃത്തികെട്ട വർത്തമാനം പറയും, നാട്ടുകാരുടെ കഴുത്തേക്ക് കയറും, കണ്ടവൻ്റെ പരദൂഷണം പറയും, ഏഷണി പറയും. അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള ആ പഴയ ജന്മത്തിന് ഒരു മാറ്റം ഉണ്ടാകില്ല. തിരികത്തിച്ച് ദൈവത്തിന് പുകയിട്ടുകൊണ്ടിരിക്കും. കൊപ്രയൊക്കെ പുകയിടണമെന്ന് പറഞ്ഞ പോലെ തിരികെ ഇവർക്ക് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഇവരാ പഴയ പിടുത്ത് കൂതറ ജന്മമായിരിക്കും സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരുടെ കരുത്തേക്ക് കയറും, എല്ലാവരുടെയും കുറ്റം പറയും, എവിടെ നോക്കിയാലും നെഗറ്റീവേ പറയത്തുള്ളൂ. ഇങ്ങനെ ആ പഴയ ജന്മം തന്നെയായിരിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് പഴയ ജന്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തകർച്ച വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് തകർച്ച വരാൻ കാര്യം എന്താണ്? നമ്മുടെ ജന്മം ഇതുപോലെ പാഴ്ജന്മമായതുകൊണ്ട്, പാപത്തിൻ്റെ ജന്മമായതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അനുതാപവുമില്ല. അവരാ പഴയ വൈകൃത ജീവിതം തന്നെ ജീവിച്ചു തീർക്കണ കാരണം അവർക്ക് അതിനെക്കുറിച്ച് തകർച്ച എന്താണ് ക്ഷണിച്ചു വരുത്തുന്നതാണ്. അതുകൊണ്ട് ബൈബിൾ എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾ എങ്ങനെയാണ് വീണതെന്ന് നോക്കാൻ പറയും. ബൈബിൾ അതാണ് പറയണത്. നിങ്ങൾക്കിപ്പോൾ തകർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായും പൊളിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. അങ്ങനെ സംഭവിച്ച്, ഇങ്ങനെ സംഭവിച്ച്, മകൻ്റെ ജോലി പോയി, അവനെ കഞ്ചാവെ പിടിച്ച്, ഭർത്താവ് വേറെ പെണ്ണുങ്ങളടുത്ത് പോയി, ഇങ്ങനെ കണാകുണായം പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എങ്ങനെ വീണെന്ന് നോക്കാൻ പറയും.
മകനെ കഞ്ചാവ് പിടിച്ചതെന്ന് പറഞ്ഞ് കാര്യം, അയ്യോ അവന് പച്ചക്കും ഇല്ലയെന്ന് വെച്ചാൽ പഴുത്തതിനും ഇല്ലയെന്ന് വെച്ചാൽ അവൻ്റെ കൂട്ടുകാരൻ കൊടുത്താൽ പൊതിയായിരുന്നു, അവനെ അറിയാൻ പോലെ എൻ്റെ കൂട്ടുകാരനെ വിശ്വസിച്ച് അവസാനം പോലീസ് പിടിച്ചെന്നൊക്കെ പറയും. ഇങ്ങനെ പറയാവുന്നല്ലാതെ കഥയില്ല. ബൈബിൾ എന്താ പറയണത്? ഇങ്ങനെ ഒരു പാട്ടൊന്നും പറയണ്ട, മറിച്ച് എന്ത് ചെയ്യണം? എങ്ങനെ നിങ്ങൾ എഫെസ്യസ് വെളിപ്പാട് 2:5 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വെളിപാട് 2:5. വെളിപ്പാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചുവെന്ന് ചിന്തിക്കുക. ഇതാണ് പ്രശ്നം. അതായത് ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ആദ്യം പറയണ ഇങ്ങനെ പാട്ടൊക്കെ പാടാതെ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണ് ഫോളായെന്ന് നോക്കണം. ഫാളിങ് എവിടെ സംഭവം, എവിടെയാണ് വീണെന്ന് നോക്കണം. ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് നോക്കണം. അതുകൊണ്ട് ഈശോ ആ നിലപാടിന്, അത് ഈശോയുടെ നിലപാടാണ്. ബൈബിൾ തുന്നിക്കെട്ടുമ്പോൾ അവസാനമായിട്ട് വെളിപാട് അവസാനിക്കാൻ പോകുമ്പോൾ ലാസ്റ്റ് പറഞ്ഞ വാക്കുകളാണ്. എന്താണ്? മനുഷ്യൻ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇന്നത്തെ അവസ്ഥയിലേക്ക് എങ്ങനെ എത്തി, തകർച്ച എങ്ങനെ വന്നു. അതെന്താണ്? കയ്യിരിപ്പ് പരിശോധിക്കാൻ പറയുകയാണ്. കർത്താവ് പറഞ്ഞില്ലേ, സിലോഹയിലെ ഗോപുരം വീണ് 18 പേര് മരിച്ചു. അതിന് കർത്താവിനൊരു ബുദ്ധിമുട്ട്, ഒരു ടെൻഷനും ഇല്ല. അങ്ങയുടെ കാലത്ത് ആ ആഴ്ച സംഭവിച്ചതാണ്. ഒരു ഗോപുരം ഉണ്ടായിരുന്നു, അത് പിടച്ചതല്ലി വീണ് 18 പേരുടെ കാഞ്ഞുപോയി. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ആ സിലോഹയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെക്കാളൊക്കെ ഈ ഗോപുരം വീണ് ചത്ത കക്ഷികൾ പാപികളാണെന്ന് നിങ്ങൾ കരുതണുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ തകരും. ഇപ്പം തകർച്ച വന്നെ എന്താണ് കാര്യം? എവിടെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കൊച്ചിനെ കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവൻ കഞ്ചാവ് വലിക്കത്തുമില്ല, കഞ്ചാവ് സൂക്ഷിക്കത്തുമില്ല. അവൻ്റെ കൂട്ടുകാരൻ അവനെ ചതിച്ചതാണ്. പക്ഷേ ഇപ്പം അവനകത്താണ്, മകനകത്താണ്. ഇപ്പം അവൻ പറയും, ഞാനിനി ഒരു ദൈവത്തിലും വിശ്വസിക്കണില്ല. എന്താ കാര്യം? ഞാനൊരു തെറ്റും ചെയ്തില്ല, എന്നിട്ട് ഞാൻ അകത്ത് പോയില്ലേ. നീ തെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നിൻ്റെ അമ്മ തെറ്റ് ചെയ്താൽ മതി. ഞാൻ ആ ചേട്ടത്തിയോട് ചോദിച്ചേ, ചേട്ടത്തി ഇവനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എത്ര പ്രാവശ്യം 8 മാസം വരെ നിങ്ങൾ പണിക്ക് പോയെന്ന് കേട്ട്, എത്ര പ്രാവശ്യം നിങ്ങൾ ദേവാലയത്തിൽ പോയി? അതാണ് വിഷയം. നിസ്സാരമില്ല. ഇത് ഒറ്റക്കൈക്കും കച്ചും കൈയും തിരിയത്തില്ലേ. നിങ്ങളിപ്പോൾ തൊഴിലുറപ്പിന് പോണവരുണ്ട്, ഓഫീസിൽ പോണവരുണ്ട്. അവസാന പ്രസവ ലീവ് കൂടിയെടുക്കാൻ വേണ്ടിയേ, പ്രസവ ലീവ് ഗവൺമെൻറ് കൊടുക്കുമല്ലോ, മറ്റേണിറ്റി ലീവ് പോകാതിരിക്കാൻ വേണ്ടി പ്രസവിക്കണതിന് 5 ദിവസം മുമ്പ് വരെ അവർ ഓഫീസിൽ പോകും, പക്ഷേ ദേവാലയത്തിൽ പോകത്തില്ല. അതാണ് വിഷയം. കർത്താവിന് അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ പ്രസവ ലീവ് കൂട്ടിയെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അന്ത്യനിമിഷം വരെ പ്രസവിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ നിങ്ങൾ ഓഫീസിൽ പോകും. പക്ഷേ അതേസമയം തന്നെ ദൈവികമായ കാര്യങ്ങൾക്ക് ഈ മകനെ പ്രസവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്തായിരുന്നു? ദൈവികമായൊരു കൃപയിലാണോ നിങ്ങൾ ഇവനെ പ്രസവിച്ചതെങ്കിൽ ഇവനിങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് സ്മിർനായിലെ സഭ ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ഏതവസ്ഥയിൽ നിന്ന് നിബന്ധിച്ചുവെന്ന് നോക്കുക. ഒറ്റ കൈക്ക് തീരത്തില്ല കേട്ടോ. അതായത് ആദ്യം വിശുദ്ധീകരണം, പിന്നെ ശക്തീകരണം. അതാണ് ദൈവത്തിൻ്റെ ഒരു ആക്ഷൻ്റെ രീതി. അതാണ് നിങ്ങൾ പറഞ്ഞത്. എന്താണ്? ആദ്യം ശക്തീകരണം, പിന്നെ ഞാൻ വിശുദ്ധീകരിച്ചോളാം. നടക്കത്തില്ല. ഇത് കറക്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ മക്കളെല്ലാവരും കാര്യം ഉടമ്പടി 10 പേര് ചെയ്താൽ 10 പേരും വലിയ രക്ഷ. കാര്യം ഉടമ്പടി പെർഫെക്റ്റ് ഫോർമുലയാണ്, അതിന് തെറ്റില്ല, അത് കറക്റ്റാണ്, പ്രൂവൺ ഫാക്റ്റാണത്. പക്ഷേ ചില ആൾക്കാർ അത് ചെയ്ത് തെറ്റിക്കണുണ്ട്. ആദ്യം എന്താണ്? ആദ്യം വിശുദ്ധീകരണം, പിന്നെ എന്ത് ചെയ്യണം? പിന്നെയാണ്, അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വിശുദ്ധീകരണത്തിന് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതായത് കർത്താവിൻ്റെ വചനത്തിൽ എങ്ങനെയാണ്, എന്താണ് എഴുതിയിരിക്കുന്നത്, അതനുസരിച്ച് ജീവിച്ചാൽ മതി. അതാണ് ഈശോ പറഞ്ഞത് 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ എന്താ പറയണത്? കൊല്ലരുത്. അപ്പോൾ അബോർഷൻ അവിടെ വെച്ച് തന്നെ തീരുമാനമായി. അബോർഷനെ കുറിച്ച് അവിടെ തീരുമാനമായി. നിങ്ങൾക്ക് അബോർഷൻ ചെയ്യാൻ അനുവാദമില്ല. നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് അബോർഷൻ ചെയ്തത്? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ 2 അബോർഷൻ ചെയ്തിട്ട് 3ാമത്തെ കൊച്ചിനാണ് ഇപ്പോൾ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. 2 അബോർഷൻ ഗർഭപാത്രം കൊലക്കലമാക്കിയതിന് ശേഷമാണ് 3ാമത്തെ കൊച്ച് ജനിച്ച്. നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങളെ പ്രത്യേകിച്ച് 2ാമത്തെ കൊച്ചിനെ പെട്ടെന്ന് ജനിച്ച് പ്രഗ്നൻ്റ് ആയത് കാരണം പാൽ കൊടുക്കണമല്ല, ഷേപ്പ് പോകുമല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച്
ചിന്തിച്ച കാരണം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിലേക്ക് മാറ്റിവെച്ചത് തെറ്റാണെന്നല്ല ഞാൻ പറയണത്. പക്ഷേ നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിലോ സൗകര്യത്തിൻ്റെ വിഷയത്തിലോ ആണ് ദൈവികമായ പദ്ധതി മാറ്റിവെച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ദൈവികമായ പദ്ധതിയല്ല. ദൈവഭയമില്ലെന്ന് എൻ്റെ അർത്ഥം. ദൈവഭയമില്ല. അത് എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ ചെയ്യും. അതിപ്പോൾ ദൈവത്തെ അറിയാത്ത ആൾക്കാർ അങ്ങനെയല്ലേ ചെയ്യണത്. അതുപോലെ ദൈവത്തെ അറിഞ്ഞ ആൾക്കാരും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്ങനെ ചെയ്യണത്? അത് എപ്പോഴും എന്തുകൊണ്ടാണ് കൽപ്പനകൾ വരണത്? ഒരു കൽപ്പന എന്തുകൊണ്ടാണ് വരണത്? അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ, ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയപ്പോൾ തന്നെ എനിക്ക് മുമ്പേ പോയ അണ്ണന്മാർ വേറെ വഴി എടുത്തു പോയി. ഞാനുണ്ട് ചെന്ന് ബ്ലോക്കിൽ പെട്ട്. കാരണം ഞാൻ ഉറക്കമായിരുന്നു. വണ്ടിയിൽ ഡ്രൈവർ അടിച്ച് വിട്ടു പോയി, ചെന്ന് ബ്ലോക്കിൽ പെട്ട്. ബ്ലോക്കിൽ എത്ര മണിക്കൂർ? 2 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നു. ഞങ്ങൾ ഒപ്പം കൊച്ചിയിൽ നിന്ന് യാത്ര ചെയ്ത ആൾക്കാർ ഞങ്ങളെക്കാൾ 1.5 മണിക്കൂർ നേരത്തെ അവിടെ എത്തി. ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ എത്തി? ഞങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായെന്ന്. ഞങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോൾ ഗൂഗിൾ മുഴുവനും ചുവപ്പ് പോരാ, എത്ര 18 കിലോമീറ്റർ ബ്ലോക്ക് എന്ന് ഗൂഗിൾ കാണിച്ച്. അപ്പോൾ ഞങ്ങൾ അന്നത്തെ വേറെ വഴി, അതായത് ഗൂഗിൾ ഞങ്ങൾക്ക് വേറെ വഴി പറഞ്ഞു തന്നു. ഇത് തന്നെയാണ് ദൈവകൽപ്പന എന്ന് പറയണത്. ദൈവകൽപ്പന. ഞാൻ കൽപ്പന അറിയാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ നോക്കിയില്ല, ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട്. ഗൂഗിൾ നോക്കിയ ആൾക്കാർ വേറെ വഴിക്ക് തിരിച്ചു പോയി. അപ്പോൾ കൽപ്പന എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, അല്ല നമുക്കിവിടെ പണി തരാൻ പറ്റിയിരിക്കുന്നതല്ല. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ലൈഫ് കുറച്ചുകൂടി ദൈവത്തിന് ഏത് സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ആണ്. ഭയങ്കര ദൈവസ്നേഹം. നമ്മളെ കൽപ്പനകളെക്കുറിച്ച് കറക്റ്റായിട്ട് ചോദിച്ചാൽ എന്തൊരു അത് കൽപ്പന കേൾക്കുന്നതും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും ദൈവത്തിൻ്റെ വചനം പാലിക്കണതുണ്ടല്ലോ മക്കളെ, ഭയങ്കര നിസ്സാരമാണ്. ദൈവത്തിൻ്റെ വചനം പാലിക്കാതെ, ഒന്നാമത്തേൽ ഹാർഡായിട്ടുള്ള വചനങ്ങൾ പാലിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ള സാഹചര്യം പോലും ദൈവം ഉണ്ടാക്കത്തില്ല. അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥനയിൽ കണ്ടൻറ്റ് വൈസ് വെച്ചിരിക്കണത്. കർത്താവ് ഒരു കണ്ടൻറ്റ് വെച്ചിട്ടില്ല. എന്താണ്? ഞങ്ങളെ അത് ചില ആൾക്കാർ ഞങ്ങളെ പ്രലോഭനത്തിൽ ഇങ്ങനെയില്ല, ഇങ്ങനെ ചെല്ലിയെങ്കിൽ ശരിയാണ്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മീൻ ചെയ്യണം. കർത്താവെ, നിൻ്റെ നിന്ന് അകന്നു പോകുന്ന ഒരു കച്ചവടത്തിനും എൻ്റെ തല കൊണ്ട് വെച്ച് കൊടുത്തേക്കരുത്. ഐ കാൻ ബെയർ ഇറ്റ് എന്ന് പറയണം. അങ്ങനെ സത്യസന്ധമായിട്ട് ദൈവത്തോട് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അലവാത്തരങ്ങളിൽ നമ്മൾ ദൈവം രക്ഷിക്കും. അപ്പോൾ ആ ചേടത്തി എന്ന് പറഞ്ഞത് 12 കൊല്ലം, അപ്പോൾ ഈ 10-20 കൊല്ലമല്ലേ കല്യാണം കഴിക്കാതെ കുദാസ് ചെയ്യാതെ ജീവിച്ചതെന്ന് പറയണത്. അപ്പം അതുകൊണ്ടാണ് അവർ പറയണത് കുദാസ് ചെയ്യാതെ ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുകയല്ലേ. അതാണ് പറയണത്. എനിക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം പോയി അവരുടെ വിശുദ്ധി പോണ സ്ഥലത്ത് വെച്ച് വിശ്വാസം പോകും. എൻ്റെ ഡൗട്ട് എന്താണ്? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞത് വിശ്വാസം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണമല്ലത്. ദൈവത്തിൻ്റെ ദാനമാണത്. പരിശുദ്ധാത്മാവിൻ്റെ ദാനമല്ല വിശ്വാസം. അല്ല നമ്മുടെ ലോകത്തിലുണ്ടാകുന്ന ജ്ഞാനങ്ങളെ പോലെ അമേരിക്ക അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ? അതൊന്നുമല്ല. വിശ്വാസം ദൈവത്തിലുള്ള എല്ലാ കാര്യങ്ങളും, ദൈവികമായ നടപടിക്രമങ്ങൾ, ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ പാദസ്വനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നതിനുള്ള പരിശുദ്ധാത്മാവ് നോക്കുന്ന വിവേചന ശക്തിയാണ് വിശ്വാസം. അപ്പോൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവദാനം തന്നെയാണ്. വിശുദ്ധി പോയാൽ വിശ്വാസം കുറയും. പക്ഷേ അപ്പോൾ എന്താ വേറെ ഒരു ഗുണം ചെയ്ത്? അപ്പോഴേ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കണത്? ഇവർക്ക് വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾക്ക് ഈ പ്രിൻസിക്കാണ് വിശ്വാസം ഇല്ലെന്ന് പറയണത്. പക്ഷേ ആർക്കാണ് വിശ്വാസം ഉള്ളത്? ജിൻസിക്ക് വിശ്വാസമുണ്ട്. അവൾ പറയണേ എൻ്റെ വിശ്വാസത്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്തിരിക്കണം എന്ന് പറയും. നിങ്ങൾ ഈ വർഷം കയറിപ്പോകുമെന്ന് പറയും. അത് അവരുടെ വിശ്വാസത്തിലല്ല. ആരാണ്? ചെയ്ത് കൊടുത്തവൻ്റെ, അവിടെ നെറ്റിക്ക് കുരിച്ചിട്ടവൻ്റെ കിട്ടവളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗ്യാരണ്ടി ചെയ്യണത്. അന്ന് രാത്രി ഒരു സംഭവം നടക്കും. അന്ന് രാത്രി ഈ പ്രിൻസിയുടെ നെറ്റിയിൽ ജിൻസി കുരിശിട്ട ദിവസം രാത്രി ഒരു സംഭവം നടക്കും. ഒരു ചേടത്തി വരും ബെഡ്റൂമിലേക്ക് രാത്രി, ദർശനത്തിലാണ്. അവർ ജുമ്മ വന്ന് കയറി ഇറങ്ങിപ്പോകും. കുറച്ച് കഴിയുമ്പോൾ അവിടെ മരിച്ചുപോയ അവിടെ അമ്മായിയപ്പൻ ഇവളുമായിട്ട് കൊണ്ട വൈരാഗ്യമായിരുന്നു. അവളുടെ ആ വൈരാഗ്യം ഇപ്പോഴും ഇവളുടെ മനസ്സിലുണ്ട്. പക്ഷെ ആ മനുഷ്യൻ സ്വപ്നത്തിൽ വരും. ഞാൻ പറയും, പ്രിൻസി എല്ലാം ശരിയാകും. അപ്പോഴും മനസ്സിലായി. ഇതുടനെ ജിൻസിനെ വിളിച്ച് ഇവൾക്കാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഷിവർ ചെയ്യാൻ തുടങ്ങി. ഈ കാഴ്ചയോടുകൂടി ഭയങ്കര ഭീതിപ്പെടും. അതായത് സന്തോഷകരമായ സുഗതമായ എന്നാൽ ദൈവ സാന്നിധ്യത്തിൻ്റെ ഭീതിതമായ ഒരു കാഴ്ചയാണ്. ഒരു സ്ത്രീ വന്ന് ഇറങ്ങിപ്പോകുന്നു.
അത് പോയി സെക്കൻഡുകൾക്കുള്ളിൽ മരിച്ചുപോയ അമ്മായിയപ്പൻ സ്വപ്നത്തിൽ വന്നിട്ട് പറയും, പ്രിൻസി എല്ലാം ശരിയാകും. ഇത് പറയണ കൂടി ഇവർക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വരും. ഇവർ തിരിച്ച് വിളിക്കും. രാവിലെ എഴുന്നേറ്റ് ജിൻസിയെ വിളിക്കും. ജിൻസി, ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ പറഞ്ഞു, ഒന്നും നോക്കണ്ട, അത് മാതാവാണെന്ന് പറയും. ഒന്നും നോക്കണ്ട, അത് മാതാവാണെന്ന് പറയും. ഇനിയിപ്പോൾ കുഴപ്പമില്ല, പെട്ടെന്ന് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ പറയും. ന്യൂസിലൻഡിലേക്ക് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ പറയും. അപ്പോഴുടനെ ഇവർക്ക് പേടി, പരീക്ഷ ജയിക്കുകയോ ഇല്ലയെന്ന്. പരീക്ഷയ്ക്ക് അമ്മ ജയിപ്പിച്ചിരിക്കും. എന്താണ്? സഞ്ചാരി മാതാവാണ്. നിൻ്റെ 39 വയസ്സ് 40 വയസ്സൊന്നുമല്ല. അമ്മ ഫയലെടുത്ത് പച്ചമണിക്ക് ഒപ്പിട്ട് കഴിഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്താൽ കണ്ട് നമ്മൾ മുന്നോട്ട് പോകും. എല്ലാ സ്ഥലങ്ങളിലും പച്ചടിച്ച് പോകും. എന്താ കാര്യം? ആൾ ഓൺലൈനിൽ നിൽക്കുകയല്ലേ. അവൾ പരീക്ഷ എഴുതി, ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ അവൾ പരീക്ഷ ജയിച്ച്. അപ്പോൾ ഉടനെ ഇത് കണ്ട് എല്ലാ സാധനവും എടുത്ത് പേപ്പറെല്ലാം റെഡിയാക്കി ഏജൻസിക്ക് കൊടുത്തപ്പോൾ ഏജൻസി പറഞ്ഞ്, ഇത് ANM അല്ലേ, ഇത് നിങ്ങളിവിടെ ഹോം നേഴ്സല്ലേ, നിങ്ങൾ സർവീസ് നേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ സർവീസ് നേഴ്സായിരുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഓരോരുത്തരാണ് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അറിയാം കള്ള സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ കുമ്പനാട് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഏത് യൂണിവേഴ്സിറ്റി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലേ, ആരാണ്ട് എഴുതി കൊടുക്കണതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണ കാരണം ഇപ്പോൾ സായിപ്പിനും ഇസ്തായക്കാർക്കും അറിയാം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം കള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയും. പിന്നെ നിങ്ങൾക്ക് പണി തരാതിരിക്കാൻ വേണ്ടി അവർക്ക് അവിടെ കോവിഡ് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു പോയത് കാരണം നിങ്ങളെ കളയാൻ പറ്റാത്തത് കൊണ്ട് അവരങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴായാലും നമുക്ക് പണി കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെന്താ ചോദിച്ചിരിക്കണമെന്ന് അറിയാം, ഇവരോട് പ്രിൻസിയോട് ചോദിച്ചിരിക്കണത്, അവർ പറഞ്ഞു നിങ്ങൾ ബാങ്കിൽ നിന്ന് സാലറി മാറിയ ബാങ്കുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ പറയും. അപ്പോഴപ്പോൾ അതിലെ പ്രശ്നം സർവീസ് ബാങ്കിൽ നിന്ന് സാലറി മാറി എടുത്തിട്ടുള്ള ബാങ്കുകാരുടെ സർട്ടിഫിക്കറ്റ് തരാൻ പറയും. ഉടനെ ഇവർ ബോംബെയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇവർ സാലറി മാറിയ ബാങ്കിലേക്ക് വിളിക്കും. ബാങ്കിലേക്ക് വിളിക്കുമ്പോൾ അങ്ങനെ എന്തോ ഹിന്ദിയൊക്കെ പറഞ്ഞ് സംഭവം എസ് എന്നൊക്കെ പറഞ്ഞ് അത് പുതിയ മാനേജറാണെന്ന് അയാൾ ക്ലോസ് ചെയ്തു. പിന്നെ ഇവർക്ക് ഇപ്പോൾ സാലറി കൊടുത്തില്ല, അയാൾക്ക് എന്താ അതൊന്നും ചെയ്ത് കൊടുക്കത്തില്ല ആരും. അപ്പോഴുടനെ ഇത് പിന്നെ തടസ്സമല്ല വന്നത്. അപ്പോൾ ഉടനെ ഇവൾ വീണ്ടും ഉടമ്പടി സ്ട്രോങ് ആക്കി വെച്ചും ജിൻസിനെ വിളിക്കുമ്പോൾ പറഞ്ഞ് നീ കുഴപ്പമില്ല, നിനക്ക് പരിചയമുള്ള ബാങ്കുകാരെ വിളിക്കാൻ പറയും. അപ്പോൾ പരിചയമുള്ള ബാങ്കുകാർ ഇവളുടെ അക്കൗണ്ട് ബാങ്കുകാരനെ വിളിച്ചും പറയും, സാറേ എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എന്നെ സഹായിക്കണം, സാർ ആ ബാങ്കിലോട്ട് വിളിക്കാൻ പറയാം, ബോംബെയിലാണ്. സാർ ആ ബാങ്കിലോട്ട് വിളിച്ച് പറഞ്ഞ് ജിൻസി എൻ്റെ കസ്റ്റമറാണ്, അവരവിടെ സാലറി പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതാണ് നിങ്ങൾ, അതുകൊണ്ട് അതിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് ഇങ്ങോട്ട് തരാൻ പറയും. അത് 24 മണിക്കൂറിനുള്ളിൽ ആ ബാലൻസ് ഷീറ്റ് കമ്പ്യൂട്ടറിൽ വരും. എന്നിട്ട് കഴിഞ്ഞാൽ അതേ പെട്ടെന്ന സംഭവങ്ങൾ. അതായത് എന്ത് തടസ്സം ഉണ്ടായാലും ഉടമ്പടിയിലാണെങ്കിൽ അമ്മ കുജിക്കുന്ന പച്ച മഷീറ്റിന് ഒപ്പിട്ടല്ലേ ഇതിങ്ങനെ കയറി പോകും. അതിനുശേഷം അപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി ഏജൻസിക്ക് കൊടുക്കും. ഏജൻസി പേപ്പറെല്ലാം പരിശോധിച്ച് നോക്കിയപ്പോഴാണ് പറഞ്ഞ്, മാഡം ഈ സംഭവം നടക്കത്തില്ല കേട്ടാ. എന്താ കാര്യം? നിങ്ങൾക്ക് 39 വയസ്സുണ്ട്. ഈ 39 വയസ്സുള്ള ആൾക്കാരെ നമ്മൾ വിസയ്ക്ക് ന്യൂസിലൻഡിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറയണത് ഇത് പക്ക റിജക്റ്റ്, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് റിജക്റ്റഡ് ആവും. റിജക്റ്റ് ആയത് കൊണ്ട് പ്രശ്നമില്ല, ഞങ്ങളുടെ ഏജൻസിയുടെ സക്സസ് റേറ്റിംഗ് പോകും. ഗൂഗിൾ അടിച്ച് നോക്കിയിട്ട് ആൾക്കാർ ഏജൻസിനെ സെർച്ച് ചെയ്തില്ലേ, ഇപ്പോൾ റേറ്റിംഗ് നോക്കുമ്പോൾ റിജക്ഷൻ റേറ്റാണ് ഇവർക്ക് കൂടുതലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടേക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സക്സസ് റേറ്റ് പോകും, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യത്തില്ല എന്ന് പറയും. അത് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇവളെന്ന് അപ്പോൾ അതിനുള്ളിൽ ഇവൾ പറഞ്ഞ് ഒരു വാക്കുകൾ പറയും ഏജൻസിയോട്, ഇത് നിങ്ങൾ വിടണം, ഇല്ലെങ്കിൽ എന്നെ കത്തി കുത്തണ പോലെയാണ് കാര്യം. ഇത് വിട്ടാൽ പിറ്റേ ആഴ്ച, ഇതിന് 14 ദിവസമൊന്നും വേണ്ട, ഇത് പിറ്റേ ആഴ്ച ഇത് അവർ അംഗീകരിക്കും. എന്താ വെച്ചാൽ ഞാൻ ഉടമ്പടിയിലാണെന്ന് പറയും ഇവൾ. അതാണ് പ്രശ്നം. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രിൻസി എന്ന ലേഡി കറക്റ്റ് ദൈവ പൈതലായി കൺവേർട്ട് ചെയ്യണം. എന്താണ് വിശ്വാസത്തിലേക്ക് വരുന്ന കണ്ടില്ലേ, അവർ ഏജൻസിയോട് പറയുന്നത് എന്താണ്, ഇത് വെച്ചാൽ ഞങ്ങളുടെ സക്സസ് റേറ്റ് പോകുമെന്ന് പറയുമ്പോഴാണ് ഏജൻസിയോട് പറയണത് ഇത് വെക്കുക, ഇത് 14 ദിവസം പോലും വേണ്ടി വരത്തില്ല, 6 ദിവസം കൊണ്ട് ശരിയാവും. കാര്യം എന്താണ്, ഞാൻ ഉടമ്പടിയിലാണ്, സഞ്ചാരി മാതാവ് എംബസി ചെല്ലുമെന്ന് പറയും. അപ്പോൾ ഇവളുടെ നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ അവരെടുത്ത് വെച്ച് അവർ അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്നാ പറ്റിയിരിക്കണത്, ഈ
39 വയസ്സുള്ള ആളിന് അവൾ പറഞ്ഞ പോലെ 6-ാം ദിവസം വിസ അടിച്ചു വന്നു. അവൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് എന്താ അറിയാമോ? ഇവളുടെ കൂടെ ഇൻ്റർവ്യൂവിന് പോയ ആൾക്കാരുണ്ട്, ഇവളുടെ കൂടെ ടെസ്റ്റ് എഴുതാൻ പോയ ആൾക്കാരുണ്ട്. അവരെല്ലാം നല്ല ഇംഗ്ലീഷ് മീഡിയമാണ്, അവരെല്ലാം ഫ്രഷ് ഹാൻഡ്സാണ്. അതേസമയം തന്നെ അവർക്ക് ആർക്കും വിസ ഇല്ല, ഇവൾക്ക് മാത്രമേ വിസയുള്ളൂ. ഈ സാക്ഷ്യം പ്രിൻസി ഇവിടെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്ന് അറിയാമോ? സിംഹക്കുട്ടികളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ പറഞ്ഞേ, സിംഹക്കുട്ടികൾ ഇരക്കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പോഴേ കഴിവുള്ളവരും അതുപോലെ തന്നെ മെരിറ്റുള്ള ആൾക്കാർ, അതാണ് സിംഹക്കുട്ടി എന്ന് പറയുന്നത്. സിംഹക്കുട്ടികളുണ്ടാകും, മെരിറ്റുള്ളവരുണ്ടാകും. അവർക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂ പാസ്സാകത്തില്ല, വിസ പാസ്സാകത്തില്ല. പക്ഷേ എന്താ, കർത്താവിനെ അവിടെ കക്ഷിയാക്കുന്നത് എന്താണ്? ഒന്നിനും കുറവുണ്ടാവുകയില്ല. അപ്പം അതാണ് ഉടമ്പടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, ഇത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്, നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അതായത് ഒരു വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വിഷയം എടുത്താൽ, എൻ്റെ മക്കളെ, അതായത് ഒരു വിഷയം എടുത്താൽ പൊങ്ങാത്തതാകുമ്പോഴേ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഉടമ്പടിയുടെ പരിധി വരുന്ന സബ്ജക്റ്റാണെന്നാണ്. സാധാരണ പ്രാർത്ഥന കൊണ്ടത് നടക്കത്തില്ലെന്ന് എൻ്റെ അർത്ഥം. എന്താ കാര്യം? അത് എടുത്താൽ നമുക്ക് നമ്മുടെ കഴിവിലും നമ്മുടെ പരിധിക്കപ്പുറത്താണ്. നമ്മുടെ പരിധിക്കപ്പുറത്തേക്കൊരു വിഷയം വന്നാൽ പിന്നെ എന്താണ്? അപ്പം നിങ്ങളോർക്ക് ഞങ്ങൾ ഉടമ്പടിയിലാണല്ലോ അച്ചോ, ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല. ഉടമ്പടിയിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. അത് ദൈവത്തിന് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടമ്പടി എടുക്കുന്നതും ദൈവം അത് ഏറ്റെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളെപ്പോഴും പരാജയപ്പെടുന്നത് ഉടമ്പടി എടുക്കും നിങ്ങൾ, പക്ഷെ ദൈവം അത് ഏറ്റെടുക്കത്തില്ല. അവിടെയാണ് ഈ തകരാറ് വരണത്. ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾ തെളിയിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി എടുക്കണതും ഉടമ്പടി ദൈവം അത് ഏറ്റെടുക്കണതും തമ്മിൽ 2 സബ്ജക്റ്റാണ്. നമ്മുടെ ഏറ്റവും റിസ്ക് എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കണമല്ല. ഉടമ്പടി എടുക്കണമെങ്കിൽ ആലപ്പുഴ വന്ന് 4 മണിക്കൂർ ചിലവഴിക്കണമെന്നേ ഉള്ളൂ. ഇത് തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് വെച്ചിരിക്കുകയാണ്. എന്താ കാര്യം? വയ്യാവേലികളും വഴിയെ പോണവരും വന്ന് ഉടമ്പടി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. വയ്യാവേലികളും വഴിയെ പോണവരും വന്ന് ഉടമ്പടി എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി മാക്സിമം കോംപ്ലിക്കേറ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആംഗിൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹോംവർക്കെല്ലാം കുറച്ച് തരാൻ പറ്റും. ഇത് കൂട്ടുക എന്നല്ല, ഹോംവർക്ക് കുറയ്ക്കുകയില്ല. കാര്യം വെച്ചാൽ ഹോംവർക്ക് വൃത്തിമേനായിട്ട് ചെയ്യണ ആൾക്കാർ ദൈവസ്നേഹം ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വസ്തുവിശ്വാസം, വിഷയവിശ്വാസം നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് പലർക്കും ഉള്ളത് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് ആവരാതി ഉള്ളത്, ദൈവത്തെക്കുറിച്ചല്ല. ഞങ്ങളൊക്കെ ഇവിടെ ഈ ഉടുപ്പ് വിട്ട് നിൽക്കുന്നതും നിങ്ങളൊക്കെ എല്ലാം ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ജന്മമുണ്ട്. എന്താ? ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ദൈവത്തിന് അറിയാത്തത് അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്നും പറഞ്ഞ് ജീവിച്ചു കൂട്ടിയ ഒരു ജീവിതമുണ്ട്. അതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയണത്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആ റെക്ടിഫൈ ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം. എന്താ കാര്യം? ഞാൻ ജീവിക്കണത് അങ്ങയ്ക്ക് വേണ്ടിയാണെന്ന് ദൈവത്തിന് തോന്നണം. അപ്പോൾ ദൈവം ഉടമ്പടി നിങ്ങൾ എടുക്കണതും അത് ദൈവം അത് ഏറ്റെടുക്കണതും 2 സബ്ജക്റ്റാണ്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ റിസ്ക് എന്താണ്? നിങ്ങളുടെ ഉടമ്പടി, നിങ്ങൾ എടുത്ത ഉടമ്പടി ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കണത്? ഉടമ്പടി വിഷയങ്ങളെല്ലാം ചെയ്യണത് പക്കാ ദൈവവിശ്വാസത്തോടുകൂടിയാണോ? പക്കാ ദൈവസ്നേഹത്തോടു കൂടിയാണോ? ഉടമ്പടി കാലം കഴിഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവ പൈതലിനെ പോലെ ജീവിക്കുമോ? ഇതെല്ലാം ദൈവം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉടമ്പടി കാലം കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചാണ് നിങ്ങളെപ്പോഴും അഡ്രസ്സ് ചെയ്യേണ്ടത്. ഉടമ്പടി കാലത്ത് ചിലപ്പോൾ നിങ്ങൾ ഇതെല്ലാം പാലിക്കുമായിരിക്കും. അത് അങ്ങനെ പാലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കേവല വിശ്വാസമുള്ളവർക്ക് എല്ലാം പാലിക്കാൻ പറ്റും. ഉടമ്പടിക്കാലം ആ 90 ദിവസം കഴിഞ്ഞ് ചില ആൾക്കാർ പുതുക്കും, ചില ആൾക്കാർ പുതുക്കത്തില്ല. ചില ആൾക്കാർ പുതുക്കിയില്ലെങ്കിലും പുതുക്കിയ പോലെ ജീവിക്കും. ചില ആൾക്കാർ പുതുക്കിയാലും പുതുക്കാത്ത പോലെ ജീവിക്കും. അവർ ഉടമ്പടി പുതുക്കും. ഇവിടെ വന്ന് അവിടെയും ക്ലാസ് കെട്ടി ഇവിടെയും ക്ലാസ് കെട്ടി ഇവിടെ ഒപ്പമെടുത്ത് കൗൺസിലർ ചോദിക്കുമ്പോൾ യെസ് ഇടവകെ പ്രവർത്തിക്കുന്നുണ്ട്, യെസ് ഉപവസിക്കുന്നുണ്ട്, യെസ് അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, യെസ് എല്ലാത്തിനും തലകുരിക്കും. ഒരു കുന്തവും ചെയ്യത്തില്ലെന്നറിയാം. നിങ്ങൾ ഉടമ്പടി ലക്ഷ്യം ദൈവമായിരിക്കണം.
ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം നിങ്ങൾ ഉടമ്പടി ജീവിക്കാനുള്ള കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പട്ടാളക്കാരൻ വന്ന് ഉടമ്പടി എടുത്ത്, എനിക്കത് ഇഷ്ടപ്പെട്ട സാക്ഷി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് ആ പട്ടാളക്കാരൻ്റെ സാക്ഷി എടുക്കാൻ കാര്യം അതാണ്. അതായത് പട്ടാളക്കാരൻ്റെ പേര് ഷിബിൻ ആൻ്റണി. ഞങ്ങൾ വയനാടുകാരാണ് പട്ടാളം. അതായത് ഈ ഇടുക്കിക്കാരനാണ് ഷിബിൻ ആൻ്റണി, ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഷിബിൻ ആൻ്റണിയുടെ ഉടമ്പടി കണ്ടൻറ്റിൽ ഭയങ്കര റിച്ച് കണ്ടൻറ്റാണ്. അതിൻ്റെ ഉള്ളടക്കങ്ങളെ ഭയങ്കര ധന്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഷിബിൻ ആൻ്റണിയുടെ പ്രശ്നം നമുക്കറിയാം. നമുക്ക് ഷിബിൻ ആൻ്റണി പട്ടാളക്കാരനാണെങ്കിൽ 26 ലക്ഷം രൂപയുടെ കടമുണ്ട്. ആ കടം വീട് സ്ഥലത്തിനും വേണ്ടിയാണ് ബാങ്കിൽ വെച്ചിരിക്കുന്നത്. വീട് സ്ഥലമാണ് ബാങ്കിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം വെച്ചിരിക്കണമെന്നുണ്ടെങ്കിലും ആ സ്ഥലം ഇപ്പോൾ ജപ്തിയാകാൻ പോവുകയാണ്. വീടല്ല, സ്ഥലം ബാങ്കിൽ വെച്ച് എടുത്തിരിക്കണമെങ്കിലും ബാങ്കിൽ 26 ലക്ഷം രൂപ കടമായി. പക്ഷേ ബാങ്കുകാരൻ എങ്ങനെ ഇന്ന് ലോൺ കൊടുത്തെന്ന് നമുക്കറിയാൻ പാടില്ല. വീടുണ്ടായിക്കൊണ്ട് കൊടുത്താലും നമുക്ക് കുറേ ചോദ്യങ്ങൾ ഇനി അതിൻ്റെ അകത്തുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായത് ഞാൻ പറയുകയാണ്. ഇങ്ങനെയൊക്കെ 26 ലക്ഷം രൂപ കടം വന്നത് എങ്ങനെയാണ്? ഇയാളുടെ അമ്മയ്ക്ക് 2 ഓപ്പറേഷൻ വന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ ബാലൻസിൽ ജീവിക്കാൻ പോകും. ബാലൻസിൽ ജീവിച്ച് കടം വരാതിരിക്കാൻ വേണ്ടി കോമാളിത്തരങ്ങളൊന്നും കാണിക്കാതെ വെടിപ്പും മെനയുമായിട്ട് ജീവിച്ച് പോവുകയാണ്. എന്താണ്? കടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കുകയാണ്. പക്ഷേ എന്നാലും നമുക്ക് കടം വരുന്നുണ്ടാവും. കാര്യം രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പറേഷനൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരും നമുക്ക്. ഇപ്പോൾ ഈ പട്ടാളക്കാരന് അമ്മയ്ക്ക് 2 മേജർ ഓപ്പറേഷൻ വന്നപ്പോൾ തന്നെ നല്ല കടമായി. അതിൻ്റെ പലിശയപ്പോൾ 26 ലക്ഷം രൂപ കടമായി. 26 ലക്ഷം രൂപ കടമായെങ്കിലും വീട് ആ പറമ്പ് ജപ്റ്റാകാൻ പോവുകയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മുമ്പ് അത് വിറ്റ് മാറ്റിയാൽ ഇയാൾ രക്ഷപ്പെടും. പക്ഷേ വിൽക്കാൻ പറ്റത്തില്ല. അതാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ. വിൽക്കാൻ പറ്റത്തില്ല. വിൽക്കാൻ പറ്റാത്ത എന്താണ്? ഈ ഷിബിൻ ആൻ്റണിയുടെ പറമ്പ് വിൽക്കാൻ പറ്റണില്ല. കാര്യം വഴിയില്ലാത്ത പറമ്പ് വിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കുഴപ്പത്തിൽ ചാടിക്കും. ഈ ഷിബിൻ പറയണത്, ഞാൻ പട്ടാളത്തിൽ പോയതിന് എല്ലാ കൊല്ലം ലീവിന് വരുമ്പോഴൊക്കെ അടുത്ത പറമ്പുകാരൻ്റെ വീട്ടിൽ പോയിട്ട് പട്ടാങ്ങിയായിട്ട്, ഈ പട്ടാളക്കാരനാണെങ്കിൽ നീ ജീവിക്കണ്ടേ, അയാൾ പട്ടാങ്ങിയാണ്, ചേട്ടാ എനിക്കൊരു വഴി തരുമോ ചേട്ടാ, വഴി തന്ന എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ്റെ കടങ്ങളെല്ലാം പരിഹരിക്കും, അമ്മയുടെ ഓപ്പറേഷൻ്റെ കടമെല്ലാം പരിഹരിച്ചാൽ എനിക്കൊന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റും, എനിക്കൊരു ആ സ്ഥലം വിൽക്കാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ എത്രയോ വർഷം 10-16 വർഷമായി ഈ മനുഷ്യൻ്റെ വീട്ടിൽ പോണത്. വഴി ചോദിച്ച് അയാൾ കൊടുക്കത്തില്ല. പരസ്യകേരി കടം മുട്ടയായി. കടം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സമാധാനം ഇല്ല. അപ്പനിപ്പം ജീവിച്ചിരിപ്പുണ്ട്, അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ സമാധാനമില്ല. കിട്ടുന്ന ശമ്പളം കൊണ്ട് പലിശപോലും അടക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ല ബാങ്കിലെ കടം ഇങ്ങനെ കയറിപ്പോയത്. വല്ലാത്ത രീതിയിൽ തകർന്നിരിക്കുകയാണ്. ജോലിയെ കൊണ്ടൊരു കാര്യമില്ല, ജീവിതമില്ല. ജോലിയുണ്ട്, ജീവിതമില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോഴാണ് ഈ മനുഷ്യൻ്റെ വീട്ടിൽ അതാണ് നിങ്ങൾ പറയണതേ, നിങ്ങൾ ഇന്ന് വരെ അച്ഛൻ്റെ ധ്യാനം കൂടാത്ത ആൾക്കാരുണ്ട്. ഇന്ന് വരെ ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോകും, ഒരിക്കൽ പോലും ഒരു യൂട്യൂബിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല, സാക്ഷി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കത്തില്ല, ഈ ചൊവ്വാഴ്ച ധ്യാനം ഒന്ന് കൂടത്തില്ല. ഒരു പരിപാടിയില്ല. വെറുതെ ആകപ്പാടെ അറിയാവുന്നത് തിരി തപ്പിയെടുത്ത് പോയി കത്തിക്കണ കാണാം. അതുതന്നെ എന്തൊരു കഷ്ടമാണെന്നറിയാമോ. എനിക്കാണെങ്കിൽ ഞാൻ ഈ അൾത്താറയിൽ നിന്ന് ഇറങ്ങി എങ്ങാനും കൗണ്ടറിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും. കാര്യം 50% ആൾക്കാരെ ഗുഡ് ബൈ പറഞ്ഞ് വിടാൻ പറ്റും. കാര്യം ഒരു മനുഷ്യന് ഉടമ്പടി എടുക്കാനുള്ള യോഗ്യതയില്ല, ഇവർ ചെയ്യത്തില്ല, അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ കള്ളനാണയങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കാര്യം അവരത് ചെയ്യത്തില്ല. ചെയ്യണവർ ദൈവസ്നേഹത്തോടെ അല്ല ചെയ്യണത്, വല്ലപാടും ഒപ്പിച്ചുണ്ടാക്കുകയാണ് ചെയ്യണത്. കാര്യം കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവരുടെ കാര്യം നടന്നോ എന്ന് ചിന്തിക്കും. ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നല്ല ദൈവസ്നേഹത്തോടെ ചെയ്യണം, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നിയാലാണ് ഈ ഉടമ്പടി ദൈവം ഏറ്റെടുക്കത്തുള്ളൂ. പക്ഷേ ഷിബിനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു പട്ടണക്കാരനാണെങ്കിൽ അയാൾ പറയണേ, ഞാനിങ്ങനെ പട്ടണത്തിൽ ഇങ്ങനെ നോക്കി നടക്കും, ആർക്കാണ് പ്രയാസമുള്ളതെന്ന് നോക്കി നടക്കും. ഞാൻ ഉടമ്പടിയിലല്ലേ, അപ്പം നോക്കി നടക്കുന്നതിന് എന്ത് ചെയ്താൽ ഞാനൊരു പഞ്ചാബുകാരനെ കണ്ടുപിടിച്ച്, അയാൾ എപ്പോഴും ഒരു മരച്ചോട്ടി ഇരിപ്പുണ്ട്, പാവപ്പെട്ടവനാണ്, ധർമ്മക്കാരനാണ്.
അപ്പം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇൻ്റർവെല്ല് ഉണ്ടാക്കി എല്ലാ ദിവസവും ആവശ്യമായ ഭക്ഷണം ഞാൻ കൊടുക്കും. അതാണ് അയാൾ പട്ടാളക്കാരനാണ്, അയാൾ ഡ്യൂട്ടിയിലാണ്. ഡ്യൂട്ടിയിൽ നിന്ന് സമയം കണ്ടുപിടിച്ചിട്ട് ഈ മരച്ചോട്ടി റോഡ് സൈഡിലിരിക്കുന്ന ഗ്രാമങ്ങളിലിരിക്കുന്ന പട്ടാളക്കാർ, ഈ പഞ്ചാബുകാരന് അയാൾ തിരക്കി പോയിട്ട് അയാൾക്ക് ഈ ഭക്ഷണം കൊടുക്കും. അപ്പോൾ എന്താണ്, ദൈവ തിരുസന്നിധിയിൽ ഇയാൾ ഷിബിൻ വിശ്വസ്തനാണ്. അവിടെയാണ് ഉടമ്പടി കത്തണത് അവിടെയാണ്. അതായത് അതിന് ശേഷം നാട്ടിൽ വരുമ്പോഴും ഉടമ്പടി പ്രകാരം തന്നെയാണ് അത് പറയണേ. ഞാൻ അവിടെ ഹിന്ദി പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ കടയിലും കൊണ്ടുപോയി, അവിടേക്ക് അറിയാമല്ലേ ഇതിൻ്റെ പലയിടത്തും മതപരിവർത്തന ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ചില സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ പത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ട്, അവരൊക്കെ പോലീസ് പിടിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്നൊക്കെ വിളിച്ച് പറഞ്ഞും നമ്മൾ അവിടെയുള്ള സ്വാധീനമൊക്കെ ഉപയോഗിച്ചൊക്കെയാണ് ചിലരെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്ക്ലെയിമർ പത്രത്തിൽ ഇട്ടിരിക്കണത്. പത്രം ആർക്കും കൊടുക്കാറില്ല, അതിന് നമ്മുടെ ഭരണഘടന നമുക്ക് മൗലികമായ അവകാശം തരുന്നുണ്ട്. നമ്മുടെ അറിവുകൾ, ബോധ്യങ്ങൾ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് അധികാരമുണ്ട്. പക്ഷേ പോലീസുകാർ വെറുതെ കയറി പിടിക്കണം, കേസ് നിൽക്കത്തില്ല. പക്ഷേ അതേസമയം അവർ വേറെ വകുപ്പൊക്കെ എടുത്ത് ചേർത്താണ് നമ്മുടെ ആൾക്കാരെ ചില സമയത്ത് പീഡിപ്പിക്കണത്. എന്നിട്ട് പോലും ആൾക്കാർ റിസ്ക് എടുത്ത് പത്രം കൊടുക്കുന്നുണ്ട്. ഇത് ഒരു റിസ്ക്കും ഇല്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ പത്രം വെറുതെ ഇരിപ്പുണ്ട്, മനസ്സിലായില്ലേ? ഒരു റിസ്ക്കുമില്ല, ആർക്ക് വേണം കൊടുക്കാവുന്ന വീട്ടിലും പത്രം കൊണ്ട്. ഏറ്റവും വലിയ ഗതികേടെന്ന് പറയണത്, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഭാര്യനെ കൊണ്ട് പത്രം കൊടുപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ഗതികേട്. മക്കൾ ഉടമ്പടി എടുക്കും, അമ്മയെ കൊണ്ട് ഭർത്താവ് പത്രം കൊടുപ്പിക്കും. ഇത് രണ്ടും ഒരു വിഷയമാണ്. ഉടമ്പടി വ്യക്തിപരമായിട്ടുള്ള വിഷയമാണത്. നിങ്ങൾ വ്യക്തിപരമായിട്ടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവമായിട്ട്. അപ്പോൾ ആ വർക്ക് നിങ്ങൾ ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കരുത്. നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ കത്തോലിക്കൽ തന്നെ കുമ്പസാരിക്കാൻ പറയണം, ദൈവത്തിനെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയണം നിങ്ങളെ. കാര്യം എന്താ കഴിഞ്ഞാൽ ഉടമ്പടി നിങ്ങൾ ചെയ്തോളാം എന്നാണ് ഇവിടെ ഉടമ്പടി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അല്ലാതെ വൈഫിനെ കൊണ്ടാ മക്കളെ കൊണ്ടാ പത്രം കൊടുപ്പിക്കാവുന്നതല്ല. അപ്പം അതുകൊണ്ടാണ് ഈ അച്ഛന്മാർ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ അച്ഛന്മാരോട് പറയും, അച്ഛന്മാർ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിഷയം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അതല്ല, നിങ്ങൾ ഉടമ്പടി പാലിക്കാൻ കറക്റ്റാണോ നിങ്ങൾ ഈ പത്രം വൃത്തിയായിട്ട് കൊണ്ടേ കൊടുക്കുമോ എന്ന് ഞാൻ ചോദിക്കും. കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അച്ഛൻ എടുക്കരുത്, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളാൻ പറയും. അപ്പം അച്ഛന്മാരുടെ വരെ ഞാൻ ഇങ്ങനെ പെരുമാറണത്. അപ്പം നിങ്ങളോടൊക്കെ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൃത്യമായിട്ട് ഈ സംഭവം കാര്യം ഇതിനകത്ത് 50 പോയിൻ്റ് സുവിശേഷ കൈമാറ്റത്തിനാണ്, 30 പോയിൻ്റ് ഉപവിപ്രവർത്തനങ്ങൾക്കാണ്, 20 പോയിൻ്റാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്കുള്ളത്. നിങ്ങൾ ആ 30 എന്താണ് അങ്ങനെ അച്ഛൻ? അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്തുകൊണ്ട് അച്ഛൻ എന്ത് കണക്കനുസരിച്ചാണ് ഇത് പറയണമെന്ന്? ഇത് പറയണമെന്ന് പറയുന്നത് 5:19 അനുസരിച്ചുകൊണ്ടാണ്. അച്ഛാ ഒന്ന് വായിച്ചാ മത്തായി 5:19 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. മത്തായി 5:19 ഈ പ്രമാണങ്ങളിൽ ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അവൻ്റെ കൃപ ആർജിക്കുന്ന അനുസരിച്ചാണ് ദൈവരാജ്യത്തിലെ വലിപ്പച്ചെറുപ്പം വരണത്. അപ്പോൾ അതെങ്ങനെയാണ്? ഈ വചനം പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഭാര്യനെ കൊണ്ട് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അത് വളരെ സീരിയസ് വിഷയമാണത്. അപ്പോൾ അത് അങ്ങനെ ആവതില്ലാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. കാര്യം ഇത് വളരെ സീരിയസ് വിഷയമാണ്. ഇപ്പം നിങ്ങൾ തന്ത്രപൂർവ്വം ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ശാസ്ത്രീയ വർത്തമാനം പറയാമെന്നാണ് വിചാരിക്കണത്. അങ്ങനെയല്ല. ഇത് വ്യക്തി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണത്. അത് ദൈവസ്നേഹത്തോടെ ചെയ്യണം. ഇവിടെ എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ എല്ലാവരും സാക്ഷ്യം പറയണത്? ഇത് പാലിക്കുന്ന ആൾക്കാർക്കൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കാരുണ്യപ്രവൃത്തി എന്താണ്? ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ ഇത് പറഞ്ഞു. അത് കാരുണ്യപ്രവൃത്തിയുടെ കാര്യം 25:34 എടുത്ത് മത്തായിയുടെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 25:34
എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. അപ്പൊ എനിക്ക് എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അതിനാൽ ആണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരും. ഇപ്പം കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് എന്താണ്? എൻ്റെ പിതാവിന് അനുഗ്രഹിക്കപ്പെട്ട വരുവിൻ ലോകാരംഭം ഒരിക്കലും രാജ്യം കൈവശമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് വേറെ വിഷയമാണ്. അത് കൃത്യമായിട്ടും വലിയ ദൈവാനുഭവത്തിലേക്ക് നിത്യതയുടെ ഉന്നത കൃപകളിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് ഉപപ്രവർത്തനമല്ല, അത് സുവിശേഷ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 50 മാർക്ക് പത്ര കൈമാറ്റത്തിനാണ്. പത്രത്തിലൂടെ എന്താ ഉള്ളത്? അനുഭവ സാക്ഷ്യങ്ങളാണ്. ആരുടെ അനുഭവങ്ങൾ? ക്രിസ്തുവിനെ വചനം നടപ്പിൽ വരുത്തിക്കൊണ്ട് അവൻ പറയണ പോലെ ചെയ്ത് അനുഭവം പ്രാപിച്ചവരുടെ അനുഭവ സാക്ഷ്യമാണ് പത്രത്തിലുള്ളത്. 100 ഉണ്ട്. കാണുമ്പോൾ തന്നെ അത് ആൾക്കാർ മനസ്സിലാക്കി എൻ്റെ പ്രശ്നമുള്ള സാക്ഷ്യം വായിച്ചു കഴിയുമ്പോൾ അവൻ കർത്താവിനെ തിരക്കി വരും. അറിയിക്കാൻ പറ്റും, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ പറ്റും. ഉപപ്രവർത്തനങ്ങൾക്ക് 30 മാർക്കാണ്. പിന്നെ എന്ത് പ്രാർത്ഥന? പിന്നെ 20 പോയിൻ്റാണ് ഉള്ളത് പ്രാർത്ഥനയ്ക്കുള്ളത്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യത്തില്ല, പ്രാർത്ഥന മാത്രം കൊണ്ടുകൊണ്ടിരിക്കും. അത് പ്രാർത്ഥിക്കണമാണ്. നിങ്ങൾക്കറിയാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിശ്വാസ പ്രമാണം എഴുതിയിരിക്കണം. അതിൻ്റെ അകത്ത് വിശ്വാസ പ്രമാണം എല്ലാവർക്കും അറിയാം, സ്വർഗസ്ഥരാപിത എല്ലാവർക്കും അറിയാം, നന്മ പറഞ്ഞ പറയാം എല്ലാവർക്കും അറിയാം, ജപമാല എല്ലാവർക്കും അറിയാം ശരിക്കും. പക്ഷെ അതിൻ്റെ എല്ലാം ചെല്ലിയാലും നമുക്ക് വരുന്നത് എന്താണ്? അതെല്ലാം ചെല്ലണം. എന്താണ്? കഴിഞ്ഞ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, വെള്ളം കുടിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, കരളുപാട്, കിഡ്നി ചുങ്ങിപ്പോവും, ചത്തുപോവും. അപ്പോൾ പ്രാർത്ഥനയില്ല ജീവിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥന വെള്ളം പോലെയാണ്. പക്ഷേ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ ഗുരുത്വമുള്ള ഭക്ഷണം വേണം, ന്യൂട്രീഷനായിട്ടുള്ള ഫുഡ് വേണം. അതിനാണ് ഉപപ്രവർത്തനങ്ങളും സുവിശേഷ വേലയെന്ന് പറയണത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടാണ് ഉടമ്പടിയിലുള്ളത്. ഷിബിൻ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യണ ആളാണ്. അതുകൊണ്ടാണ് ഹിന്ദി പത്രം ഇംഗ്ലീഷ് പത്രം മേടിച്ചിട്ട് ഇന്ത്യ മുഴുവനും പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ആ മനുഷ്യൻ കൊണ്ടേ കൊടുക്കണത്. കൊടുത്തിട്ട് ഒരു ദിവസം ഷിബിൻ നാട്ടിൽ വരുമ്പോൾ ഷിബിനോട് ഇപ്പം നമ്മൾ സത്യസന്ധരാണെന്ന് പറഞ്ഞാൽ അമ്മ ഉടനെ ഇടപെടും. നമ്മൾ ദൈവം ഇടപെടാത്തതിൻ്റെ കാര്യം എന്തറിയാവോ? നമ്മൾ ഉടമ്പടി സത്യസന്ധരല്ലാത്തത് കൊണ്ടാണ്. ഷിബിൻ ഉടനെ നാട്ടിൽ വന്നപ്പോൾ പരിശുദ്ധമ്മ പറഞ്ഞു, മോനെ അവിടെ കൊണ്ട് ഉപ്പിടാൻ പറഞ്ഞു. ആ പറമ്പിൽ വഴിയിലല്ല ഉപ്പിടാൻ പറഞ്ഞു. അവനവിടെ കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ആ വഴിയില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഉപ്പിട്ട് വെച്ച് പിറ്റേ ദിവസം 20 കൊല്ലമായി ആ വീട്ടിൽ കയറി ഇറങ്ങണത്. ആ മനുഷ്യനോട് ഇന്നവൻ, ചേട്ടാ ഇത്തിരി വഴി കിട്ടാൻ വല്ല മാർഗ്ഗമുണ്ടോ? ഞാനിത് 20ാമത്തെ കൊല്ലാണ് വരണത്. അപ്പോൾ ഉടനെ ചേട്ടൻ പറഞ്ഞ്, ഞാൻ പണി ചെയ്യാം, നിനക്ക് വഴി തരാം. പക്ഷേ അതെങ്ങനെ തരും? സൈഡിൽ കൂടി തരാം, അത് തോടാണത്, അതിന് നികർത്തിയെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ വഴി കിട്ടുമെന്നായി. പക്ഷേ എന്താണ്? നികർത്തിയെടുക്കുക. അപ്പം നികർത്തിയെടുക്കുമ്പോൾ എത്രയാവും? 26 ലക്ഷം രൂപയാവും. തോട് നികർത്തണ്ടേ? ആ 26 ലക്ഷം രൂപ കടമുണ്ട്. പറമ്പ് വിറ്റാൽ ചില പതിനൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ എന്നാലും അത് വലിയ പാടാണ്, ഒന്നും മിച്ചമുണ്ടാകത്തില്ല കയ്യിൽ. അപ്പോൾ ഉടനെ എന്നാലും നാളെ അത് നികർത്താവുന്ന രീതിയിൽ തന്നെ ഇവൻ തീരുമാനിച്ചു. ഇപ്പം നികർത്തൽ എവിടെ തൊട്ട് എവിടം വരെയാണ് നികർത്തേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടി പിറ്റേ ദിവസം ഈ ലാൻഡ് ഓണർ വരും. ലാൻഡ് ഓണർ വരുമ്പോൾ ലാൻഡ് ഓണർ നികർത്തണ സ്ഥലത്ത് വന്ന് നിന്നേച്ചും തിരിഞ്ഞു നടന്ന് പോകും. അപ്പോൾ ഷിബിം ഈ പട്ടാളക്കാരൻ വിളിക്കും, ചേട്ടാ ഇവിടെ അല്ലേ ഇന്നലെ വഴി തരാമെന്ന് പറഞ്ഞത്, ഇനി ഇയാൾ ഇതിൻ്റെ ഐഡിയാന്ന് മാറിയാന്നറിയാൻ വേണ്ടി പുള്ളി ആശങ്കയോടെ വിളിക്കും, ചേട്ടാ ഇവിടെയാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് വെച്ചും ഈ ലാൻഡ് ഓണർ ജോലി ആ പറമ്പിൻ്റെ ഉടമസ്ഥൻ അറിയാതെ ഇവൻ ഉപ്പിട്ട സ്ഥലത്ത് പോയി നിൽക്കും. എന്നിട്ട് പറയും, നിനക്കിവിടുന്ന് വഴി തരാമെന്ന് പറയും. ഇതാണ് കൃപാസനം മാതാവെന്ന് പറയണത്. ഷിബിൻ എവിടെയാണ് കൊണ്ട് ഉപ്പിട്ടത് അവിടെ കൊണ്ടുവന്ന് മാതാവ് ഈ ലാൻഡ് ഓണറിനെ കൊണ്ട് നിർത്തിയിട്ട് അവിടുന്ന് വഴി അളന്ന് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 20 കൊല്ലമായി നടക്കുന്നത്. ഇത് നോട്ട് ബൈ മെറിറ്റായി വർക്ക് ചെയ്യണത്. ഇവൻ ഉടമ്പടി സത്യസന്ധനാണ്. അവൻ്റെ ഉടമ്പടി അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല, അമ്മ അത് ഏറ്റെടുക്കണം. അമ്മയ്ക്ക് തോന്നണം നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ്, സത്യസന്ധമാണെന്ന്. അങ്ങനെ ഒരു നിമിഷം ദൈവത്തെ കൊണ്ട് തോന്നിപ്പിക്കാൻ ഇടയായ പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുവാൻ സഹായിക്കുന്ന വിശ്വാസം കൈമാറിക്കൊണ്ട് അവിടുന്ന് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം.
ഉടനടി പരിഹാരമേകുന്നു. ഉടനടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകുന്നു. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമാക്കി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വഴി കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വർഗം കിട്ടിയ പോലെ. പക്ഷെ ഇത് ഇനി വിറ്റ് മാറ്റണം. വിറ്റ് മാറ്റാൻ വേണ്ടി ഈ ലീവിന് മുമ്പ് വിറ്റ് മാറ്റിയിട്ടല്ല ജപ്തി നടന്ന് രക്ഷപ്പെടണം. ജപ്തി ഡേറ്റ് വന്നിരിക്കണല്ല. നമുക്ക് വഴി കിട്ടിയാലും വിറ്റ് മാറ്റില്ല ജപ്തി ചെയ്ത് പോകുമല്ലോ. അപ്പോൾ കുടുങ്ങിക്കുന്നതിനെ കിടക്കണതാണ്. അങ്ങനെ ജിബിൻ രണ്ടാമത് ഇത് പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ എന്നെ വന്ന് കണ്ട്. ഇപ്പം ഞാൻ ജിബിൻ്റെ ഈ കേസ്, എനിക്ക് ഈ കേസ് കൊണ്ടൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ കിട്ടിയ പേപ്പർ അങ്ങനെ എന്നെ കൊണ്ട് അമ്മയെടുത്ത് പറഞ്ഞ് അമ്മയെടുത്ത് വെച്ചു. അത് 6 പേപ്പർ ഒരുമിച്ചാണ് വെക്കണത്. നിങ്ങൾ ഓർക്ക് എൻ്റെ പേപ്പർ അഡിറ്റായിപ്പോയി. അപ്പോൾ ആദ്യം വന്ന് നിൽക്കും. എന്തിനാണ് എൻ്റെ പേപ്പർ മുകളിലിരിക്കാൻ വേണ്ടി? അങ്ങനെയൊന്നും വേണ്ട. അമ്മ ഇത് പേപ്പർ കണ്ടു, അത്രയേ ഉള്ളൂ. ഈ പേപ്പർ വെച്ചപ്പോൾ തന്നെ ജിബിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അമ്മ പറഞ്ഞ്, ഞാൻ അവൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞ് 6 എന്ന് അമ്മ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. 6. അപ്പോൾ അതിൻ്റെ അകത്ത് മെസ്സേജായാണത്. അതിന് മെസ്സേജുണ്ട്. അതാണ് നമ്മൾ സത്യസന്ധരാണെങ്കിൽ ദൈവം പ്രസൻസ് ഉണ്ടാവും. നമുക്ക് ദൈവത്തെ കാണുന്നില്ല, പ്രസൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നിങ്ങളെ ഉടമ്പടി സത്യസന്ധരാണെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളതാണ് ഈ മഴവില്ലും സുഗന്ധാഭിഷേകവും അതുപോലെ തന്നെ പേരും ദർശനവും സ്വപ്നവും. ഉടമ്പടിയെല്ലാം വൃത്തിയാണെങ്കിൽ പ്രസൻസ് വരും. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. ആ പ്രസൻസാണത്. അത് വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പം അമ്മയുടെ അടുത്ത് ഇത് വെച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞു 6 എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ ഷിബിനോട് പറഞ്ഞു 6 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷിബിൻ എന്നോട് ചോദിച്ച് ഡേറ്റാണോ അക്ഷരമാണോ? ഞാൻ പറഞ്ഞു അറിയത്തില്ല, വെയിറ്റ് എന്ന് പറഞ്ഞു. വെയിറ്റ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? വെയിറ്റ് ഇൻ കവനൻ്റ് എന്നതിൻ്റെ അർത്ഥം നീ ഉടമ്പടിയിൽ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്യുക, സമയമാകുമ്പോൾ അമ്മ അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 6 കഴിഞ്ഞ് പോയി, പിന്നെ ഒരു 16 കഴിഞ്ഞ് പോയി, 26 കഴിഞ്ഞ് പോയി, ഇപ്പം കിട്ടും എല്ലാം 6 ഉണ്ടല്ലോ വന്നിരിക്കണം. ആരും വന്നില്ല. പക്ഷേ ഒരു 6-ാം തീയതി 6 മാസം കഴിഞ്ഞ് 6-ാം മാസമായപ്പോൾ ആൾ വന്ന് സ്ഥലമെടുത്തതിന് ശേഷം ഒപ്പിട്ടപ്പോഴാണ് മനസ്സിലാകണത് അയാളുടെ പേര് 6-ലാണ് തുടങ്ങണത്. ആ ഒപ്പിട്ടതിൻ്റെ ആളിൻ്റെ പേരും 6-ആണ്, വന്നിരിക്കണം 6-ാം മാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിൻ്റെ കാര്യമാണ്. അതായത് ദൈവം നമുക്ക് അടയാളം തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവമാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കണം എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അടയാളം തരണത്. അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കാനല്ല. അത് ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ ദൈവമാണ് ഇതിൻ്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നത്, വേറെ ആരുമല്ല. ഇത് നോട്ട് ബൈ മെറ്റലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, ഷിബിൻ്റെ റിസ്ക് എന്താ? ദൈവത്തെ ഒരിക്കലും അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വെച്ച് വേണ്ടത് നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്ന് പറയുന്നത് ആ അരൂപി നമ്മൾ തുടരും. അതുകൊണ്ട് അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം നടക്കും. ഇന്ന് ഞാനിപ്പം എൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട 2004 എന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഞാൻ എവിടെയാണ് നിന്നത്? അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. ആ കർത്താവിൻ്റെ ദിവ്യകാരുണ്യം ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഉടമ്പടിയിൽ ഇന്ന് ഉടമ്പടിക്ക് ശേഷവും നിങ്ങളുടെ കാലാവധിക്ക് ശേഷവും നിങ്ങൾ ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി സാക്ഷിയായിട്ട് ജീവിക്കും. ദൈവത്തിന് പ്രയോജനമുള്ളൊരു ജന്മമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷ സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വാക്ക് വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അടയാളം കിട്ടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഉടമ്പടി ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനുള്ളൊരു മാർഗം ഇതാണ് ഇപ്പോൾ പറയണത്. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടി ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വൃത്തിയുള്ള വാക്ക് കൊടുക്കണം. ഉടമ്പടിക്കാലം കഴിഞ്ഞാലും ഞാൻ വിശുദ്ധിയോടും സുവിശേഷ സാക്ഷിയായിട്ട് ജീവിക്കും. അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് അടയാളം നടക്കും. കാര്യം ഉടമ്പടി കർത്താവിൻ്റെ വാക്ക് കർത്താവ് ആ വാക്കിൽ നിന്ന് മാറ്റത്തില്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാൽ പോലും ഞാൻ വിശ്വസ്തനാകുമെന്ന് പറയുമ്പോഴേ ആ വിശ്വസ്തത നമുക്ക് അനുഭവവേദ്യമാകണത് വേറെ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. കാര്യം എന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ എക്കാലവും ദൈവത്തിന് 90 ദിവസമല്ല പ്രായം.
നിത്യത വരെ. അപ്പം നിങ്ങൾ എന്നെ കർത്താവ് നീ എന്നെ സഹായിക്കണം, എനിക്ക് ജീവിതകാലം മുഴുവൻ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിനിവിടെ ആലപ്പുഴ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവുമില്ല. ജീവിതകാലം മുഴുവൻ ആലപ്പുഴ വരണമെന്ന പേപ്പർ വാങ്ങിക്കണമെന്ന ക്യൂ നിൽക്കണമെന്ന ഒന്നും നിർബന്ധമില്ല. നിങ്ങൾ ദൈവത്തോട് എന്താ പറയേണ്ടത്? ഞങ്ങൾ ആലപ്പുഴയായാലും അയർലൻഡിലായാലും ഞങ്ങൾ ദൈവതിരുസന്നിധിയിൽ വിശുദ്ധിയോടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ഉടമ്പടി ഇതുപോലെ തുടർന്ന് ജീവിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, ആരാധന കർത്താവേ, സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കൈകൾ മാറ്റി മാറ്റി വെക്കണം. നെഞ്ചിൽ വെക്കണം, വയറിൽ വെക്കണം, കഴുത്തിൽ വെക്കണം. എവിടെയൊക്കെ ഇപ്പോൾ സ്പോണ്ടിലോസിസിന് അസുഖമുള്ളവർ പിൻകഴുത്തിൽ വെക്കണം, തൈറോയിഡിന് അസുഖമുള്ളവർ കഴുത്തിൽ വെക്കണം. ശിരസ് മൊത്തം വേദനയും ബ്ലോക്കും ഉള്ളവർ ശിരസിൽ വെക്കണം. നെഞ്ചുവേദനക്കാർ ഹാർട്ടിന് ബ്ലോക്കുള്ളവർ ഹാർട്ടിൽ വെക്കണം. കരളുകാരുള്ളവർ നെഞ്ചിനെ കൊണ്ട് താഴെ വെക്കണം. ഉദരരോഗികൾ വയറിൽ വെക്കണം. അത് കുഞ്ഞുങ്ങളില്ലാത്തവർ അടിവയറ്റിൽ വെക്കണം. അതുപോലെ എവിടെയാണ് രോഗം അവിടെയാണ് കൈവച്ച് മാറ്റി മാറ്റി വെക്കേണ്ടത്. അത് മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് ഞാൻ വെക്കുന്നത്, ഈശോൻ്റെ നാമത്തിലാണെന്ന് ഓർത്താൽ മതി. എന്ന് പറഞ്ഞ് ഞാൻ കൈകൾ എൻ്റെ ശരീരത്തിൽ വെക്കുന്നു, അതെൻ്റെ അമ്മയുടെ മധ്യസ്ഥയിലാണ്, അതെൻ്റെ ഈശോൻ്റെ നാമത്തിലാണ്. ഇനി നിങ്ങൾക്ക് രോഗം ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ ആർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്ക് രോഗം ഉണ്ടായാലും അവർ നിങ്ങളുടെ ജാമ്യം, ഇപ്പം ജിൻസി അല്ലേ, ജിൻസിയുടെ ജാമ്യത്തിലല്ലേ പ്രിൻസിക്ക് അനുഗ്രഹം കിട്ടിയത്. അപ്പം തീർച്ചയായിട്ടും അത് ട്രാൻസ്ഫറബിളാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ കർത്താവ് നിങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടെടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, നിങ്ങൾ കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ജനറലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ അതനുസരിച്ച് മക്കൾ ഈ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. കർത്താവ് നിങ്ങളെ തൊടുന്ന അടിപ്പിണർ പോലെ വൈതാഘാതം പോലെ ദൈവികമായ ശക്തി ഓർക്കുക. അപ്പം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറിൽ കർത്താവ് ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വന്നതല്ല, നിങ്ങളെ കർത്താവ് വരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൃപയിലാണ് നിങ്ങൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറപാർന്ന് വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശിരസിൽ വെക്കണമേ. കർത്താവ് ശിരസിന് ബ്ലോക്കുള്ളവരെ, ശിരസ് ക്യാൻസർ ഉള്ളവരെ ഇപ്പോൾ സ്പർശി. കർത്താവ് നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ദൈവത്തിൻ്റെ കണ്ണ് സ്പർശിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് അടിപ്പിണർ പോലെ വൈതാഘാതം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ഒഴുകട്ടെ. കർത്താവേ, ഈ നിമിഷം സ്പർശിക്കണേ. കർത്താവേ, ഉദര രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, ഉദര രോഗികൾ, ഉദരത്തിൽ പുണ്ണുള്ളവർ കർത്താവ്, അൾസർ രോഗികളെ സ്പർശിക്കണേ. കർത്താവേ, അൾസർ രോഗികളെ സ്പർശിക്കണേ. കർത്താവേ, RSS രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, നടുവേദനക്കാരെ സ്പർശിക്കണമേ. കർത്താവേ, ഈശോ കുടലിപ്പ് കുരുക്കുള്ളവരെ സ്പർശിക്കണേ. കർത്താവേ, കോളം രോഗികളെ സ്പർശിക്കണേ. കർത്താവേ, ഈശോ എല്ലാ മക്കളെയും ശബ്ദം നിൻ്റെ ദൈവികമായ ശക്തി കൊടുക്കട്ടെ. കർത്താവേ, കരൾ സ്പർശിക്കണമേ, ഉദര രോഗികളെ സ്പർശിക്കണമേ, ഹൃദയ രോഗികളെ സ്പർശിക്കണമേ, തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപ്പാ അങ്ങേപ്പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ കൈകൾ നീട്ടണമേ. അങ്ങേപ്പുത്രൻ യേശു ക്രിസ്തു നാമത്തിൽ അടയാളം സംഭവിക്കട്ടെ. അപ്പാ സ്വർഗീയപ്പ അങ്ങേപ്പുത്രനായ യേശു ക്രിസ്തു നാമത്തില് നടുവേദനകള്, കിഡ്നി രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, മക്കളില്ലാത്തവര്, വിവാഹമൊത്തു വരാത്തവര്, ജോലിയില്ലാത്തവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, മക്കളെ കുറിച്ച് വേദന അനുഭവിക്കുന്നവര്, കേസാക്കപ്പെട്ടിരിക്കുന്നവര്, ജയിലായിരിക്കുന്നവര്, ജോലിക്ക് തടസ്സങ്ങളുള്ളവര്, സമാധാനമില്ലാത്തവര്, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ഏജ് ഓവറാകാൻ പോകുന്നവരെ,
വിവാഹത്തിന് ഏജ് ഓവറായിരിക്കുന്നവരുണ്ട്, 39, 40, 45 വയസ്സൊക്കെ ഉള്ളവരുണ്ട്. അവരിവിടെ വിവാഹത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരെല്ലാം ഈ പാനൽത്താരയിൽ ഓർക്കുന്ന കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ടുള്ളവർ, വസ്തു വിൽക്കപ്പെടാത്തവർ, വസ്തുവുമില്ല, വീടുമില്ല, സ്ഥലവുമില്ലാത്തവർ, പോയി രക്ഷപ്പെടാൻ വേണ്ടി മക്കളുമില്ലാത്തവരുണ്ട്. ചിലക്കൊക്കെ മക്കളുണ്ട്, അവർക്ക് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ചിലക്ക് അതുപോലും ഇല്ലാത്ത പ്രതീക്ഷയില്ലാത്തവരുണ്ട്. ദൈവമാണ് അവരുടെ പ്രതീക്ഷ. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവെ, ഗതി പിടിക്കാൻ ഒരു പ്രതീക്ഷ ബുക്ക് പോലും വകയില്ലാത്തവരുണ്ട്. എബ്രാഹാം പോലും കർത്താവെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവനായിരുന്നു. അതുപോലെ ഒരു പ്രതീക്ഷയ്ക്ക് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരുടെ പ്രതീക്ഷ അങ്ങ് തന്നെയാണെന്നുള്ള ബോധ്യം പരിശുദ്ധയുടെ മാധ്യസ്ഥ ലഭിക്കട്ടെ. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളെ ഓർത്തത് കൊണ്ട് പ്രയാസം വഹിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കിട്ടാത്തവർ, സമാധാനം ഇല്ലാത്തവർ, ജോലി ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നവർ, ഉദ്യോഗം ഗവൺമെൻറ് അക്കൗണ്ട് പാസ്സാക്കാത്തവർ, അങ്ങനെ കേസാക്കപ്പെട്ടിരിക്കുന്നവർ, കോടതി കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതകൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാ മേഖലകളിലും കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥൽ യേശുവിൻ്റെ നാമത്തിൽ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സമാപന ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് മുട്ടുകുത്താം, കരങ്ങൾ കുപ്പി. ഉടമ്പടി ധ്യാനത്തിലൂടെ ഇന്നേ ദിനം പരിശുദ്ധമ്മ ഈശ്വരനാഥൻ നമുക്ക് വെളിപ്പെടുത്തിയ എല്ലാ സന്ദേശങ്ങളെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഉടമ്പടി ജീവിതം ഹെവി ഡ്യൂട്ടി പ്രോജക്റ്റ് പ്രയറാണെന്ന് ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ നമ്മോട് സൂചിപ്പിച്ചു. നമ്മുടെ മെറിറ്റുകളൊക്കെ ഇല്ലാതാകുമ്പോൾ ഒരു മെറിറ്റുമില്ലെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ അറിയിച്ചും ദൈവത്തെ അറിയുന്നവരെ അതിൽ ആഴപ്പെടുത്തിയും നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ, കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപഴകുവാൻ തയ്യാറാകുമ്പോൾ, ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ സൗഖ്യപ്പെടുത്തുന്ന, നിത്യം സഹായിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്താൽ, സ്പർശനത്താൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യുമെന്ന് അച്ഛൻ്റെ സന്ദേശത്തിലൂടെ, ധ്യാനത്തിലൂടെ നാം ഇന്ന് മനസ്സിലാക്കുകയായിരുന്നു. പ്രിൻസിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നിട്ടും, പ്രായത്തിൻ്റെ കുറവ്, വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ച, ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഒക്കെ കുറവുകൾ പറയുവാൻ ഏറെ ഉണ്ടായിരുന്നിട്ടും, ഉടമ്പടി തൈലം ഉടമ്പടി എടുത്തൊരു വ്യക്തി വിശ്വാസപൂർവം കുരിശടയാളം വരച്ച് നെറ്റിത്തടത്തിൽ പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ആ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങളെ മറ്റുള്ളവർ തനിക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന വിസയ്ക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്ന ഉറച്ചു വിശ്വസിച്ച്, പ്രിൻസി ഇത് സമർപ്പിക്കുക, പ്രായമേറിയെങ്കിലും ഇതെനിക്ക് അനുവദിച്ച് കിട്ടുമെന്ന ഏജൻസിയോട് പറയുന്നതും, മകൾക്കത് ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ 6 ദിവസങ്ങൾക്കുള്ളിൽ അനുവദിച്ച് കിട്ടി.
അനുഗ്രഹിക്കപ്പെടുന്നതിനെയും നാം ഇന്ന് സവിസ്തരം ഉടമ്പടിയുടെ ഓരോ മേഖലകളിലൂടെയും കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെ, ജീവിത പ്രതിസന്ധികളെ, കുടുംബത്തിൻ്റെ എല്ലാ വേദനകളെ, തകർച്ചകളെ, പരീക്ഷയിലെ പരാജയങ്ങളെ, വിശ്വാസ ഓരോന്നും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു നവസൃഷ്ടിയായി, വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷ കൈമാറ്റം ചെയ്യുന്ന വ്യക്തിയായി എന്നെ തന്നെ ഞാൻ വളർത്തുകയും നയിക്കുകയും ചെയ്യുമെന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വാക്ക് കൊടുക്കാം. 40 വർഷത്തിലേറെ ഒരു വഴിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അത് ലഭിക്കാതെ ഏറെ ക്ലേശിച്ച മകൻ ഷിബിൻ ഉടമ്പടി ഉപ്പ് വിശ്വാസത്തോടെ മണ്ണിൽ വിതറുകയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ വസ്തുവിൻ്റെ ഉടമ അവിടമെത്തി അവിടുന്ന് വഴി കൊടുത്തുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അമ്മ, കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന സാക്ഷ്യം ആ മകൻ്റെ ജീവിതത്തിലൂടെ നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന്, എത്ര ചോദിച്ചിട്ടും ലഭിക്കുന്നില്ല എന്ന് കരുതുന്ന എല്ലാ മേഖലകളെയും ഈശ്വര ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. രക്ഷിക്കുവാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ കണ്ണീര് അവിടുന്ന് ഉപ്പണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമപ്പെടുത്തണമേ. ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ വിഷയങ്ങളെയും അമ്മ മാതാവ് വഴി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കരം ഉയർത്തി, സ്വരം ഉയർത്തി ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ ധ്യാനം കൂടി പങ്കുചേരുന്ന മക്കളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ജീവിത വിഷയങ്ങളുടെ മേൽ തീരുമാനം നൽകണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. Ave